ഹായ് ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവരാണല്ലോ അല്ലേ? സോഷ്യൽ മീഡിയയിൽ നിങ്ങളിപ്പോൾ എപ്പോഴും കണ്ടിട്ടുണ്ടാവും, പല ആളുകളും ലൈഫിൽ വളരെ ഹൈറ്റിൽ എത്തിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടാവും. എക്സ്പെഷ്യലി ശാരീരികമായിട്ടും മാനസികമായിട്ടും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും എല്ലാം പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന ആളുകൾ. പക്ഷെ അതിനൊക്കെ അവർ ഓവർടേക്ക് ചെയ്തിട്ട് ലൈഫിൽ വലിയ പൊസിഷനിൽ എത്തിയിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും, രണ്ട് കൈയില്ലാത്ത ആളുകൾ വണ്ടി ഓടിച്ചു പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അതുപോലെ ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾ, ചെവി കേൾക്കാത്ത, അവരൊക്കെ അവരുടെ ശാരീരിക പരിമിതികളും മറികടന്ന് ഒരുപാട് ലക്ഷ്യങ്ങളിലും ഒരുപാട് അവരുടെ സ്വപ്നങ്ങളിലും അവരെന്ത് ചെയ്തിട്ടുണ്ടാവും, എത്തിച്ചേർന്നിട്ടുണ്ടാവും അല്ലേ? അതുപോലെ തന്നെയാണ് ലൈഫിൽ നമുക്ക് എന്തെങ്കിലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ, ഒരു സ്ട്രോങ് ആയിട്ടുള്ള മൈൻഡ് അല്ലേ, അത് നേടിയെടുക്കണമെന്നുള്ള ഡിറ്റർമിനേഷനും അതിനു വേണ്ടിയുള്ള ഒരു സ്ഥിരോത്സാഹവും എഫേർട്ടും എല്ലാം നമ്മൾ ഇടുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താവും, ലൈഫിൽ തീർത്തും നമുക്ക് എന്ത് സാധിക്കും, അത് അച്ചീവ് ചെയ്ത് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും അല്ലേ? അങ്ങനെ ലൈഫിൽ പല പ്രോബ്ലംസുകളും പല പ്രശ്നങ്ങളും വന്നപ്പോൾ സ്വന്തം ഒരു ഡിറ്റർമിനേഷൻ കൊണ്ടും മറ്റുള്ളവരുടെ സപ്പോർട്ട് കൊണ്ടും അവരുടെ എഫേർട്ട് കൊണ്ടൊക്കെ ലൈഫിൽ പല കാര്യങ്ങളും നേടിയെടുത്തിട്ടുള്ള കുറേ ആളുകളുടെ നല്ല നല്ല മനോഹരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റിൽ വരുന്നത്. ഓക്കെ, അങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള ലൈഫ് ഇൻസ്പിറേഷൻ തരുന്ന രീതിയിലുള്ള കുറച്ച് ചാപ്റ്റേഴ്സാണ് ഈ ഒരു യൂണിറ്റിൽ വരുന്നത്. നോക്കാം. നമ്മുടെ യൂണിറ്റിന്റെ നെയിം സ്ട്രൈവ് ആൻഡ് ത്രൈവ്. എന്താണ് സ്ട്രൈവ് ആൻഡ് ത്രൈവ്? സ്ട്രൈവ് മീൻസ് എന്താണ്? ഹാർഡ് വർക്ക് അല്ലേ, ഹാർഡ് വർക്ക് ചെയ്യുക അല്ലേ, അല്ലെങ്കിൽ എഫേർട്ട് എടുക്കുക അല്ലേ, അതിനൊക്കെയാണ് സ്ട്രൈവ് എന്ന് പറയുക. അധ്വാനിക്കുക അല്ലെ, എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യും, ഒരുപാട് എഫേർട്ട് എടുക്കുക, ഒരുപാട് സ്ട്രഗിൾ ചെയ്യുകയൊക്കെ ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്യുമല്ലോ നമ്മൾ, അതിനാണ് സ്ട്രൈവ് എന്ന് പറയുന്നത്. ത്രൈവ് എന്ന് പറഞ്ഞാൽ അച്ചീവ് ചെയ്യുക, നേടിയെടുക്കുക എന്നൊക്കെ ഒരു അർത്ഥത്തിലാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ നമുക്കിവിടെ ഒരു കോട്ട് കാണിക്കുന്നുണ്ട് അല്ലെ, നോക്കാം. വി ആർ വൺ ഈക്വൽ ചമ്പർ ഓഫ് അവർ ഹീറോയിക് ഹേർട്സ് made weak by time and fight, but strong in will to strive, to seek, to find, and not to yield. ആൽഫ്രഡ് ലോർഡ് ടെന്നീസൺ അല്ലെ, ആൽഫ്രഡ് ലോർഡ് ടെന്നീസന്റെ യുലീസസ് എന്ന് പറയുന്ന പോമിലെ വളരെ മനോഹരമായിട്ടുള്ള വരികളാണ് കേട്ടോ. യുലീസസ് എന്ന് പറയുന്ന വളരെ സാഹസികമായിട്ടുള്ള യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരു രാജാവായിരുന്നു അല്ലേ. സാഹസികമായ യാത്രകൾ ചെയ്യുക, ബാറ്റ് ചെയ്യുക, നേടിയെടുക്കുക, പുതിയ പുതിയ സ്ഥലങ്ങളിൽ പോവുക, അവിടെ എന്ത് ചെയ്യുക, യുദ്ധങ്ങളൊക്കെ ചെയ്യുക, അത് നേടിയെടുക്കുക, പിടിച്ചെടുക്കുക, പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുക, പുതിയ പുതിയ സ്ഥലങ്ങളിലോട്ട്, അങ്ങനെ യാത്രകൾ ഇഷ്ടപ്പെടുന്ന യുലീസസ് എന്ന് പറയുന്ന രാജാവ് ചില സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് തിരിച്ചു വരും. അപ്പോൾ ഒരുപാട് ഏജ് കഴിഞ്ഞിട്ടാണ് ഇയാൾ ഒരു യാത്ര പോയിട്ട് അദ്ദേഹം തിരിച്ചു വരുന്നത്. ഓക്കെ, ഒരു യുദ്ധത്തിന് ശേഷം അദ്ദേഹം തിരിച്ചു വരുന്ന ഒരുപാട് യാത്രകൾ, ഒരുപാട് ഏജ് ആവാണ് തിരിച്ച് യാത്ര ചെയ്ത് വീട്ടിലോട്ട് വരുമ്പോൾ. അപ്പൊ അദ്ദേഹത്തിന്റെ യാത്രക്കാരോട് പറയുന്ന രീതിയിലാണ് ഈ പോം ഉള്ളത്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന് ഒരുപാട് ഏജ് ആയിട്ടുണ്ട്, കൂടെയുള്ള ആളുകൾക്കും ആയിട്ടുണ്ട്, പക്ഷെ പോയ സമയത്ത് അത്രത്തോളം ഉണ്ടാവില്ല. ഓക്കെ, ഇപ്പൊ അവർ ശാരീരികമായിട്ട് ടയേർഡായിട്ടുണ്ട്. ഏജ് ആവുന്നതനുസരിച്ച് ഏത് രാജാവായാലും ഓക്കെ ഒന്ന് ക്ഷീണിക്കുമല്ലോ. അപ്പൊ ആ ഒരു ടൈമിൽ അദ്ദേഹത്തിന്റെ സഹ ട്രാവലേഴ്സിനോട് പറയുന്ന ഡയലോഗ്സ് ആണ് കേട്ടോ, കൂടെ ഉള്ള പോരാളികളോട് അദ്ദേഹം പറയുന്നതാണ് ഇത്. വി ആർ വൺ ഈക്വൽ ടെമ്പർ ഓഫ് ഹീറോയിക് ഹേർട്സ് അല്ലെ, നമ്മുടെയൊക്കെ മനസ്സിൽ എന്തുണ്ട്, ഒരേപോലെയുള്ള ഹീറോയിക് ആയിട്ടുള്ള അല്ലെ, നല്ല അതിമനോഹരമായിട്ടുള്ള ഊർജ്ജസ്വലരായിട്ടുള്ള മൈൻഡുള്ള ഹീറോയിസിന്റെ മൈൻഡാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. നമ്മുടെ എല്ലാവരുടെയും മനസ്സെന്താണ്, ഇപ്പോഴും നല്ല നല്ല ചോര തിളക്കുന്ന ഹീറോയിക് ആയിട്ടുള്ള ആളുകളാണ് നമ്മുടെ മനസ്സിപ്പോഴും അങ്ങനെയാണ് എന്നാണ് പറയുന്നത് കേട്ടോ. മെയ്ഡ് വീക്ക് ബൈ ടൈം ആൻഡ് ഫേറ്റ്. ഒരു പക്ഷേ നമ്മുടെ ഈ ഊർജ്ജസ്വലത നിറഞ്ഞിട്ടുള്ള, നമ്മുടെ ഈ ആവേശം നിറഞ്ഞിട്ടുള്ള നമ്മുടെ ഈ മനസ്സിനെ ഒരു പക്ഷേ കാലവും സമയവും എന്ത് ചെയ്തേക്കാം, അത് വീക്കാക്കിയേക്കാം അല്ലേ, അതെന്ത് ചെയ്തേക്കാം, അത് തളർത്തിയേക്കാം അല്ലേ. നമ്മുടെ ശരീരത്തെ, നമ്മുടെ ഈ മനസ്സ് എന്താണ്, ആ ഊർജ്ജസ്വലമായിട്ടുള്ള മനസ്സാണ്. പക്ഷെ നമ്മുടെ ഈ ശരീരത്തെ അത് താങ്ങുന്ന, നമ്മുടെ ഈ മനസ്സിനെ, നമ്മുടെ ഊർജ്ജസ്വലതയുള്ള നമ്മുടെ മനസ്സിനെ താങ്ങുന്ന ഈ ശരീരത്തെ ഒരു പക്ഷേ കാലവും സമയവും അല്ലെങ്കിൽ വർഷമൊക്കെ എന്ത് ചെയ്തേക്കാം, നമ്മൾ എന്ത് ചെയ്യാം, തളർത്തിയേക്കാം അല്ലെ, വയസ്സാവാം എന്നാണ് ഉദ്ദേശിച്ചത്. ബട്ട് ദ സ്ട്രോങ് ഈസ് ഇൻ വിൽ ടു സ്ട്രൈവ്, ടു സീക്ക്, ടു ഫൈൻഡ് ആൻഡ് നോട്ട് ടു ഈൽഡ്. പക്ഷേ നമ്മുടെ ആ ഒരു മനസ്സുണ്ടല്ലോ, ഇപ്പോഴും ഊർജ്ജസ്വലോടുകൂടി നിൽക്കുന്ന ഹീറോയിക്ക യങ് ആയിട്ടുള്ള നമ്മുടെ ആ മനസ്സ് നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ നേടിയെടുക്കാനും പുതിയതായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്താനും പുതിയ കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കാനും
ഓരോ കാര്യങ്ങൾക്ക് പിന്നാലെ ഓടാനും ഒക്കെ നമ്മുടെ മനസ്സ് എന്തായിരിക്കും, ഇപ്പോഴും നമ്മുടെ മനസ്സ് അതിനെല്ലാം സജ്ജമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കാലം നമ്മുടെ ശരീരത്തെ തളർത്തിയേക്കാം, നമ്മുടെ ശാരീരികമായിട്ട് നമ്മൾ തളർന്നേക്കാം, പക്ഷെ നമ്മുടെ മനസ്സുണ്ടല്ലോ അതിപ്പോഴും പുതിയ കാര്യങ്ങൾ നേടാനും പുതിയതിനെ തിരഞ്ഞെടുക്കാനും പുതിയതിന് വേണ്ടിയിട്ട് ഓടാനും ഹാർഡ് വർക്ക് ചെയ്യാനും അതിനുള്ള എഫേർട്ട് എടുക്കാനൊക്കെ നമ്മൾ എന്താണ്, നമ്മുടെ മനസ്സിപ്പോഴും സ്ട്രോങ് ആണ് എന്നാണ് യുളീസസ് പറയുന്നത്. ഓക്കെ, ആ ഒരു വരികളാണ് ഇതിലുള്ളത്. നോക്കാം. ഓക്കെ, ഈ ഒരു യൂണിറ്റിൽ വരുന്നത് നമുക്ക് 3 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത് കേട്ടോ. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ദ അൺസ്റ്റോപ്പബിൾ സോൾ സർഫർ ബെത്തനി ഹാമിൽട്ടൺ അല്ലെ. അതെന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഒരു സർഫർ അല്ലെ, സർഫർ മീൻസ് സർഫിങ് ഇഷ്ടപ്പെടുന്ന ഒരു 13 വയസ്സായ ഒരു പെൺകുട്ടി, ഒരു അദ്ഭുതമായിട്ട് അതിഗംഭീരമായിട്ട് വളരെയധികം സർഫിങ്ങിനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു പെൺകുട്ടി ലൈഫിൽ അവളുടെ ആ ഒരു സർഫിങ്ങിൽ അവൾക്ക് ഒരു ഷാർക്ക് അറ്റാക്ക് നേരിടേണ്ടി വരുന്നതും അതിൻ്റെ ഭാഗമായിട്ട് ഒരു കൈ നഷ്ടപ്പെടുന്നതും പിന്നീട് അവളുടെ സ്ട്രഗിളിങ്ങിലൂടെ എഫേർട്ടിലൂടെ വീണ്ടും അതേ ഒരു പ്രൊഫഷനിലോട്ട് തന്നെ വന്ന് അത് നേടിയെടുക്കുന്നതിനെ കുറിച്ചാണ് ഈ ഒരു ബെത്തനി ഹാമിൽട്ടണിലൂടെ പറയുന്നത്. then a shield of courage on നീരജ് ബാനോട്ട് അല്ലെ. നീരജ് എന്ന് പറയുന്നത് ഒരു ക്യാബിൻ ക്രൂ ആയിരുന്നു കേട്ടോ, വിമാനത്തിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ ഒരു ഹൈജാക്ക് സംഭവിക്കുകയും വിമാനത്തിൽ ഒരു ഹൈജാക്ക് വരികയും അവരുടെ അറ്റാക്കിൽ തൻ്റെ സ്വന്തം ശരീരത്തെ ഒരു ഷീൽഡാക്കി മാറ്റിക്കൊണ്ട് അല്ലെ, വെടിയുണ്ടകൾ നേരിടുന്ന ഒരു ഷീൽഡാക്കി മാറ്റിക്കൊണ്ട് സ്വന്തം ശരീരത്തെ അദ്ദേഹം മുന്നിൽ വെച്ച് കൊടുക്കുകയും സഹയാത്രികരെ അദ്ദേഹം അതിലുള്ള യാത്രക്കാരെ രക്ഷിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനാണ് ഈ ഷീൽഡ് ഓഫ് കറേജ് എന്ന് പറയുന്ന ചാപ്റ്ററിലൂടെ പറയുന്നത്. ദെൻ വാക്ക് അലോങ് രവീന്ദ്രനാഥ ടാഗോർ പോമാണ്. ചില സമയത്ത് നമ്മളെ കേട്ടിരിക്കാനോ നമ്മൾ പറയുന്നത് കേൾക്കാനോ നമ്മളെ സപ്പോർട്ട് ചെയ്യാനോ ഒന്നിനും ആളില്ലെങ്കിൽ പോലും നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ലക്ഷ്യത്തിൽ മാത്രം ഉദ്ദേശിച്ച് നമ്മൾ മുന്നോട്ട് പോകുകയാണ് തനിച്ചാണെങ്കിലും നമുക്ക് ആ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ സപ്പോർട്ടിന് ആള് വേണം എന്നും ഇല്ല. ഓക്കെ, നമ്മുടെ ലക്ഷ്യം സ്ട്രോങ് ആണ്, നമുക്കൊരു ലക്ഷ്യമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ആരുമില്ലെങ്കിൽ നമ്മൾ വാക്ക് അലോങ് ആണെങ്കിൽ കൂടെ നമുക്ക് തരിച്ചുള്ള യാത്രയിലൂടെയാണെങ്കിൽ പോലും നമുക്ക് ആ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള തീമായിട്ടുള്ള ഒരു 3 സിമ്പിളായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഇൻസ്പിറേഷൻ തരുന്ന രീതിയിലുള്ള 3 ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ. നമുക്ക് നോക്കാം. then what does this collage convey to you? collage എന്താണ്? collage ഇതാണ് കേട്ടോ കൊളാഷ്. ഓക്കെ, കൊളാഷ് മീൻസ് എന്താന്ന് വെച്ചാൽ വ്യത്യസ്ത രൂപങ്ങൾ ചേർത്തിട്ട്, നമ്മുടെ സ്കൂളിലൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, എന്ത് പ്രോഗ്രാം വന്നു കഴിഞ്ഞാൽ ഇപ്പം ചാന്ദ്രദിനമാണെങ്കിലും ശുദ്ധനമാണെങ്കിലും ഗാന്ധി ജയന്തി എന്താണെങ്കിലും എല്ലാവരും പത്രത്തിൽ നിന്ന് വെട്ടിക്കൊണ്ടുവരുന്നത് എടുത്തിട്ട് നിങ്ങളൊരു ഇന്ത്യയുടെ രൂപം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒട്ടിച്ചു വെക്കും, അല്ലെങ്കിൽ ഗാന്ധിജിയുടെ രൂപം ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ചു വെക്കും. അങ്ങനെ ഒരു രൂപം ഉണ്ടാക്കുക, പക്ഷെ അതിൻ്റെ ഉള്ളിൽ വ്യത്യസ്ത പിക്ചറുകളായിരിക്കും. അതിനാണ് കൊളാഷ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്കൊരു കൊളാഷ് കാണാം. ഈ കൊളാഷ് നിങ്ങൾക്ക് എന്ത് കാണുന്നുണ്ട് മക്കളെ? ഒരുപാട് ആളുകൾ, പക്ഷെ എല്ലാവരും ഡിഫറെന്റ് തൊഴിലാണ് ചെയ്യുന്നത് അല്ലെ. ഈ പിക്ചർ ഒന്ന് നോക്കിയേ, ഡിഫറെന്റ് തൊഴിലാണ് ചെയ്യുന്നത്. പക്ഷേ ഇവർക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? ഇവർക്കൊക്കെ ഞാൻ പറഞ്ഞ ഫിസിക്കലി ഉള്ള പ്രോബ്ലംസ് ഉണ്ട് അല്ലെ, ശാരീരിക പരിമിതികളുണ്ട് ഇവർക്കൊക്കെ അല്ലെ. നമ്മളെപ്പോലെ എല്ലാവർക്കൊക്കെ ഓരോരോ പ്രോബ്ലംസ്, കൈയില്ലാത്ത ആളുകളുണ്ട്, അതുപോലെ കാലിന് പ്രശ്നമുള്ളവരുണ്ട്, കണ്ണ് കാണാത്തവര്, കൈ, അങ്ങനെ എല്ലാവരും. പക്ഷെ അവരൊക്കെ എന്താ മക്കളെ, അവരൊക്കെ കരഞ്ഞു നിൽക്കുകയാണോ ഈ പിക്ചറിൽ? അല്ല, അവരൊക്കെ നേടിയിരിക്കുകയാണ് അല്ലെ. ലൈഫിൽ അവരൊക്കെ ആഗ്രഹിച്ച പോലെ അവരെന്ത് പൊസിഷനിലാണോ നിൽക്കണമെന്ന് ആഗ്രഹിച്ചത് അത് അവരുടെ ശാരീരിക പരിമിതികളെ മറികടന്നുകൊണ്ട് നല്ല ഉഷാറായിട്ട് നിൽക്കുകയാണ് അല്ലേ. ഇങ്ങനെ 1-2 എക്സാമ്പിൾ ഒന്നല്ല ഇപ്പോൾ ഉള്ളത്, ഇഷ്ടം പോലെ എക്സാമ്പിൾ ഉണ്ട് അല്ലെ. അപ്പോൾ അങ്ങനെയുള്ളൊരു കൊളാഷാണ് ഈ കാണുന്നത് കേട്ടോ. ഇനി അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് മേക്ക് പീപ്പിൾ സക്സസ് ഇൻ ലൈഫ് അല്ലെ. നമ്മുടെ ആളുകളുടെ ലൈഫിൽ സക്സസ് ആവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ അവരെ സ്വാധീനിക്കുന്നത്? എന്തൊക്കെയാണ് അതിന്റെ ഘടകങ്ങൾ? പീപ്പിൾ ഹു സർവ് അഡ്വേഴ്സ് സർക്കംസ്റ്റാൻസ് കാൻ ത്രൈവ് അല്ലെ. നമ്മൾ ആളുകൾക്ക് സർവേ ചെയ്യാൻ കഴിയും അല്ലെ, എന്ത് ചെയ്യാൻ കഴിയും? അതിജീവിക്കാൻ കഴിയും. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള വ്യത്യസ്ത സാഹചര്യങ്ങളെ അതിജീവിച്ച് മുന്നേറാൻ നമുക്ക് മനുഷ്യർക്ക് കഴിയും. ദോ ബോൺ വിത്ത് ദ ട്രമൻഡസ് പൊട്ടൻഷ്യൽ, കാരണം നമുക്ക് അതിഗംഭീരമായിട്ടുള്ള കഴിവുള്ള ആളുകളാണ് നമ്മൾ. ഓക്കെ, വി മേ ഫാൾട്ടർ അറ്റ് എ സെർട്ടൻ പോയിന്റ് ഇൻ ലൈഫ്. ചില സമയത്ത്, ചില സമയങ്ങൾ, ചില മൊമെന്റിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഒന്ന് പതറാറുണ്ട്.
till our innate server instinct to pulls us back on track. പക്ഷെ നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാവും? നിനക്കത് ചെയ്യാൻ കഴിയും എന്ന് പറയുന്ന ഒരു ഇന്നേറ്റ് സർവീസ് കാര്യം നമ്മുടെ ഉള്ളിലുണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ തളർന്നിരിക്കുന്ന സമയത്ത് നമ്മൾ പുഷ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരും. വിത്തിൻ വി ക്യാൻ കോൺക്വർ ദ വേൾഡ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ മക്കളെ? ഈ ലോകത്തെ എന്ത് ചെയ്യാൻ കഴിയും? നേടിയെടുക്കാനും കീഴടക്കാനും സാധിക്കും. ഓക്കെ, റെസിലിയൻസ് ഈസ് എ കീ ഹ്യൂമൻ ആട്രിബ്യൂട്ട്. എന്താണ് റെസിലിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? റെസിലിയൻസ് പറഞ്ഞാൽ പ്രതിരോധ ശേഷി അല്ലെങ്കിൽ വീണ്ടും പൂർവ്വസ്ഥിതി പ്രാപിക്കാനുള്ള ഒരു കഴിവ് അല്ലെ. എന്തെങ്കിലും ഒരു കാര്യം വീണ്ടും നേടിയെടുക്കാനുള്ള മനുഷ്യന്റെ ഒരു കഴിവ് അല്ലെ. ചിലപ്പോൾ നമ്മൾ ഡ്രോപ്പ് ആയിട്ടുണ്ടാവും, വീണ്ടും അത് വീണ്ടും എഫേർട്ട് എടുത്ത് അത് നേടിയെടുക്കാനുള്ള കഴിവിനാണ് റെസിലിയൻസ് എന്ന് പറയുന്നത് കേട്ടോ. അത് മനുഷ്യന്റെ ഒരു ആട്രിബ്യൂട്ടാണ്, ഒരു കഴിവാണ് കേട്ടോ. റെസിലിയന്റ് ഇൻഡിവിജ്വൽസ് ക്യാൻ ബൗൺസ് ബാക്ക് ഫ്രം അഡ്വേഴ്സിറ്റി ആൻഡ് ഫേസ് ചാലഞ്ചസ് വിത്ത് ദ ഡിറ്റർമിനേഷൻ. ഇനി റെസിലിയൻസ് ആയിട്ടുള്ള ആളുകൾ അല്ലെ, വീണ്ടും കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന ആളുകൾ അവരെങ്ങനെയാണ് ഇത് നേടിയെടുക്കുന്നത്? അവർ ഡിഫറെന്റ് പ്രോബ്ലംസിലൂടെയും ഡിഫറെന്റ് ചലഞ്ചുകളൊക്കെ ഫേസ് ചെയ്ത് സ്ട്രോങ് ഡിറ്റർമിനേഷൻ ഉണ്ടായതുകൊണ്ടാണ് അവരിതെല്ലാം ഫേസ് ചെയ്ത് നേടി. എന്താ സ്ട്രോങ് ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞാൽ? ഡിറ്റർമിനേഷൻ പറഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ കേട്ടോ. ഇറ്റ് ഈസ് ഡിറ്റർമിനേഷൻ ദാറ്റ് ഹെൽപ്പ് അസ് ടു സർവൈവ് ദ ത്രൈവ് അല്ലെ. അപ്പൊ ഡിറ്റർമിനേഷൻ അല്ലെ, നല്ല ദൃഢനിശ്ചയം അല്ലെ, ദൃഢ തീരുമാനമുണ്ടെങ്കിൽ അതെന്താണ്? ലൈഫിൽ അച്ചീവ് ചെയ്യാനുള്ള ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ ഈ റെസിലിയൻസും ഡിറ്റർമിനേഷനും ഒക്കെ ഓർത്ത് വെക്കുക. ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡുകളാണ് കേട്ടോ. Then imagine the one thing you love to do the most അല്ലെ. നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ചെയ്യാന്ന് വിചാരിക്കാം. Now imagine out of nowhere something happens. Now you realize you may never be able to do this. ഇനി വേറെ രീതിയിൽ നമുക്ക് ചിന്തിക്കാം. നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ട കാര്യം, എന്തോ ഒരു കാര്യം കൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഇനി മുതൽ അത് ചെയ്യാൻ പറ്റാതെ ആവുക. നിങ്ങൾക്ക് ഇനി അത് ചെയ്യാൻ പറ്റാതെ ആവുന്നു ചിന്തിക്കാം. How would you feel? അപ്പൊ നിങ്ങൾക്ക് എന്താണ് തോന്നുക? ഓക്കെ, സാഡ്, സങ്കടം, ആംഗ്രി, ദേഷ്യം, ആൻഡ് ഷെൽ ഷോക്ക്ഡ് അല്ലെ. നെട്ടിത്തരിച്ചു പോകുമോ നിങ്ങൾ ആ സാഹചര്യത്തിൽ എന്നാണ് ചോദ്യം. ഫോർ 13 years old ബെത്തനി ഹാമിൽട്ടൺ. എന്നാൽ ഇവിടെ 13 വയസ്സ് മാത്രം പ്രായമുള്ള നമ്മുടെ ബെത്തനി ഹാമിൽട്ടൺ, ദ ആൻസർ വാസ് ഓൾ ഓഫ് എബോവ്. അവളോട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അവൾ പറയുന്ന ആൻസർ ഈ പറഞ്ഞ എല്ലാം എന്നായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇതിൽ ഏതാണ് തോന്നുക? ഇന്നലെ വരെ ചെയ്തൊരു കാര്യം പെട്ടെന്ന് ചെയ്യാൻ പറ്റാതാകുമ്പോൾ ദേഷ്യമാണോ, സങ്കടമാണോ, നെട്ടിത്തരിച്ച് നിൽക്കുകയാണോ നിങ്ങളോട് ചോദിക്കുമ്പോൾ ആ ചോദ്യം തിരിച്ച് നമ്മുടെ ബെത്തനി ഹാമിൽട്ടനോട് ചോദിച്ചാൽ ബെത്തനി ഹാമിൽട്ടൺ പറയും ആ നിമിഷത്തിൽ എനിക്കിതെല്ലാം തോന്നുമെന്ന്. ക്ലിയർ? ദ അൺസ്റ്റോപ്പബിൾ സോൾ സർഫർ ബെത്തനി ഹാമിൽട്ടൺ. ഓക്കെ, സർഫർ അല്ലെ, അൺസ്റ്റോപ്പബിൾ പറഞ്ഞ പിടിച്ചു കെട്ടാൻ കഴിയാത്ത, ആരെക്കൊണ്ടും പിടിച്ചു കെട്ടാൻ കഴിയാത്ത ആത്മാവ് എന്ന് പറഞ്ഞാൽ എന്താ? ആരെക്കൊണ്ടും പിടിച്ചു കെട്ടാനോ നിർത്താനോ കഴിയാത്ത ആഗ്രഹം, അത്രത്തോളം തടഞ്ഞു നിർത്താൻ കഴിയാത്ത എന്തിലാണത്? സർഫർ. സർഫർ എന്ന് പറഞ്ഞാൽ എന്താ? ഇത് തന്നെയാണ് കേട്ടോ. എന്താണ്? ഈ സർഫ് എന്ന് പറയുന്നത് വൺ ഹൂ റൈഡ്സ് ഓൺ എ വേവ് ഓൺ എ സർഫ് ബോർഡ് അല്ലെ. സർഫ് ബോർഡിന്റെ മുകളിൽ കടലിൽ ഇങ്ങനെ സർഫ് ചെയ്യാൻ നിങ്ങൾ ഫോണിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ. ഒരു ചെറിയൊരു പലക പോലത്തെ ഒരു സംഭവം വെച്ചിട്ട് ഇങ്ങനെ കടലിന്റെ തിരമാലിന്റെ മുകളിൽ കൂടെ തിരമാലിന്റെ ഇതിനനുസരിച്ച് അവരിങ്ങനെ ഉയർന്നും താന്നും സർഫ് ചെയ്യും. അതിനാണ് സർഫർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അൺസ്റ്റോപ്പബിൾ ആയിട്ടുള്ള ഒരു സർഫറാണ് ബെത്തനി ഹാമിൽട്ടൺ. അവരുടെ കഥയാണ് ഇത്. ഓക്കെ, നമുക്ക് നോക്കാം. 2010 ബെത്തനി സ്റ്റോറി വാസ് മെയ്ഡ് ഇൻ ടു ഹോളിവുഡ് ഫിലിം സോൾ സർഫർ അല്ലെ. 2010 ഇങ്ങനെ ഒരു ഫിലിം ഉണ്ട് കേട്ടോ. നിങ്ങൾ ഇതൊക്കെ ഫ്രീ ടൈം കിട്ടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക കേട്ടോ. ബെത്തനി ഹാമിൽട്ടനൊക്കെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കൽ പോലും നിങ്ങളുടെ കണ്ണിനോ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ബെത്തനി ഹാമിൽട്ടൺ പോവില്ല. ഓക്കെ, അപ്പൊ അവരെ കുറിച്ചൊക്കെ ഒന്ന് അടിച്ചു നോക്കുക, കഴിഞ്ഞാൽ ആ ഫിലിമൊക്കെ ഒന്ന് അടിച്ചു നോക്കുക ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അവരെ കുറിച്ച് ഒന്നും കൂടെ ഒരു ഐഡിയ കിട്ടും കേട്ടോ. സ്ലൈറ്റ്ലി അഡാപ്റ്റഡ് ആൻഡ് അബ്രിഗേറ്റഡ് അബൌട്ട് ദ ഓതർ ബെത്തനി ഹാമിൽട്ടൺ ബോൺ ഓൺ 8 February 1919 in Hawaii, the island state of the United States അല്ലെ. അവര് ഹവായിലുള്ള യുണൈറ്റഡ് സ്റ്റേറ്റിലുള്ള ഒരു ഐലൻഡിലാണ് ജനിച്ചിട്ടുള്ളത്. ഈസ് ആൻ എക്സ്ട്രാ ഓർഡിനറി വുമൻ ഹൂസ് ലൈഫ് ഈസ് ദ ടെസ്റ്റാമെന്റ് ഓഫ് ടു റെസിലിയൻസ് ആൻഡ് ദ ടെനൻസിറ്റി അല്ലെ. ഈ പറഞ്ഞ പോലെ തന്നെ വീണ്ടും നേടിയെടുക്കാനുള്ള കഴിവ് അല്ലെ, അത്
ഉത്സാഹപരമായിട്ടുള്ള അവരുടെ കഴിവും കാര്യങ്ങൾക്കുള്ള ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് അവർ കേട്ടോ. At the age of 13, she faced a life-altering shark attack while surfing. അല്ലെ 13-ാമത്തെ വയസ്സിൽ അവരൊരു ഷാർക്ക് അറ്റാക്ക് നേരിട്ടിട്ട് വന്നിട്ടുണ്ട്. That caused her harm. അത് അവളുടെ ഒരു കൈ നഷ്ടപ്പെടുത്തി. Remarkably, within a month, Bethany returned to surfing and with the unwavering determination and ultimately to professional surfing. അല്ലെ വീണ്ടും ഒരു മാസത്തിന് ശേഷം വീണ്ടും ആ പെൺകുട്ടി സർഫിങ് ചെയ്തു. അവരുടെ സ്ട്രോങ് ഡിറ്റർമിനേഷനിലൂടെ ഇന്ന് അൾട്ടിമേറ്റ്ലി ടു പ്രൊഫഷണൽ സർഫിങ്, ഇന്ന് തീർത്തും ഒരു പ്രൊഫഷണൽ സർഫിംഗ് ആണ് ഈ വ്യക്തി ചെയ്യുന്നത്. ക്ലിയർ? അപ്പൊ അത്രയും ഒരു പൊസിഷനിലോട്ട് ആ ഒരു ഹാൻഡ് ഇല്ലാതെ എത്തിയതിന്റെ കഥയാണ് ഈ പറയുന്നത്. She wrote about her experience in her autobiography Soul Surfer. അവളുടെ ഓട്ടോബയോഗ്രഫിയുടെ പേരാണ് കേട്ടോ, ഇത്രയും വലിയൊരു പേരാണ്. Soul Surfer, the true story of faith, family and the fighting to get back on the boat. 2004 ഇതാണ് അവരുടെ ബയോഗ്രഫിയുടെ പേര്. ഓക്കെ, which was adapted into the 2011 features film Soul Surfer. She went on to achieve remarkable success as a professional surfer, defying the odds and become an inspiration to many. She received many awards and honors, including the ESPY Award, NASA National Helping Kids Champion, ASP World Junior Championship. ഇതൊക്കെ അവർക്ക് കിട്ടിയിട്ടുള്ള അവാർഡുകളാണ്. അവരുടെ ഓട്ടോബയോഗ്രഫി ഫീച്ചേഴ്സ് ആയിട്ട് ഫിലിംസ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അത് ഒരുപാട് മോട്ടിവേഷൻ ഇൻസ്പിറേഷൻ ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. ക്ലിയർ? ഓക്കെ, നമുക്ക് ചാപ്റ്റർ നോക്കാം. ഇറ്റ് കെയിം ലിറ്ററലി ഔട്ട് ഓഫ് ദ ബ്ലൂ. അല്ലെ, ഇറ്റ് കെയിം ലിറ്ററലി ഔട്ട് ഓഫ് ദ ബ്ലൂ എന്താണ്? തീർത്തും അപ്രതീക്ഷിതമായിട്ടാണ് അത് സംഭവിച്ചത്. ഔട്ട് ഓഫ് ദ ബ്ലൂ എന്ന യൂസ് അതാട്ടോ, ഒട്ടും പ്രതീക്ഷിക്കാതെ സംഭവിക്കുക. ഐ ഹാഡ് നോ വാർണിംഗ് അറ്റ് ഓൾ. എനിക്കൊരു ചെറിയ സൂചന പോലും ലഭിച്ചിരുന്നില്ല. നോട്ട് ഈവൻ ദ സ്ലൈറ്റസ്റ്റ് ഹിന്റ് ഓഫ് ഡേഞ്ചർ ഓഫ് ദ ഹൊറിസൺ. തൊട്ട് ശേഷം വരാൻ പോകുന്ന ആ വലിയ അപകടം പിടിച്ച കാര്യത്തെക്കുറിച്ച് ഒരു നേരിയ സൂചന പോലും, സ്ലൈറ്റസ്റ്റ് സൂചന പോലും എനിക്ക് ലഭിച്ചില്ല. ഒരു വാർണിംഗും എനിക്ക് എവിടെ നിന്നും ലഭിച്ചില്ല. ദ വാട്ടർ വാസ് ക്രിസ്റ്റൽ ക്ലിയർ ആൻഡ് കാം. വെള്ളം വളരെ തെളിഞ്ഞ വെള്ളമായിരുന്നു. ക്രിസ്റ്റൽ ക്ലിയർ, ചില്ല് പോലത്തെ തെളിഞ്ഞ ക്ലിയർ ആയിട്ടുള്ള കാം ആയിട്ടുള്ള ശാന്തമായിട്ടുള്ള വെള്ളമായിരുന്നു. It was more like a swimming pool rather than deep ocean waters in Kauai, Hawaii. Okay, കവായ് ഉപദ്വീപിലുള്ള ഹവായ് ഡീപ്പ് ഓഷ്യൻ വാട്ടർ പോലെ അല്ലായിരുന്നു അന്ന് വെള്ളം. ഒരു സ്വിമ്മിംഗ് പൂളിലെ വെള്ളം പോലെയായിരുന്നു, അത്രയും ശാന്തമായിരുന്നു. വേർ ഐ ഗോ ഓൾമോസ്റ്റ് എവറി മോർണിംഗ് ടു സർഫ് വിത്ത് മൈ ഫ്രണ്ട് അലാന ബ്ലാച്ചാർഡ്. അല്ലെ, അലാന ബ്ലാച്ചാർഡിന്റെ കൂടെ ഞാൻ ഡെയിലി മോർണിംഗിൽ പോവാറുള്ള ഒരു പ്ലേസ് ആയിരുന്നു അത്. ഓർ ദ അതർ ഗേൾസ് ഓൺ ദ ഹലനായ് ഗേൾസ് സർഫ് ടീം. അല്ലെ, ഇനി അലായ് ബ്ലാച്ചാറിന്റെ കൂടെ അല്ലെങ്കിൽ ആരുടെ കൂടെ ആയിരിക്കും? ഒരു ഹലനായ് ഗേൾസ് സർഫ് ടീം തന്നെ ഉണ്ട് അവിടെ. ആ സർഫ് നമ്മുടെ അവിടെയൊക്കെ ഉണ്ടാവാറില്ല അങ്ങനെ ഓരോ ടീമുകൾ. അപ്പൊ ആ ടീമിലെ ഗേൾസിന്റെ കൂടെ ആയിരുന്നു പോവാറുണ്ടായിരുന്നു. എവറി മോർണിംഗ്, എല്ലാ മോർണിംഗിലും അവര് സർഫ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. The waves were small and ഇൻകൺസിസ്റ്റൻസ് എന്ന് പറഞ്ഞാല് അതുപോലെ തിരമാലകളൊക്കെ എന്തായിരുന്നു? വളരെ സ്മോൾ ആയിരുന്നു, ചെറിയ തിരമാലകൾ, സ്ഥിരതയില്ലാത്ത വളരെ ചെറിയ തിരമാലകൾ. ഈ സർഫ് ചെയ്യുന്നവർക്ക് എങ്ങനെ വേണം വെച്ചാൽ അത്യാവശ്യം വലിയ ഹൈറ്റിൽ വന്നിട്ട് ഇങ്ങനെ പോകുന്ന തിരമാലകൾ വേണം. അപ്പോഴേ അവർക്ക് സർഫ് ചെയ്യാൻ പറ്റുള്ളൂ. ശാന്തമായ തിരമാല അവർക്ക് സർഫ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അന്നത്തെ തിരമാല എങ്ങനെയായിരുന്നു? വളരെ ശാന്തമായിട്ടൊരു തിരമാലയായിരുന്നു. ഓക്കെ, and I was relaxing on my board with my right hand on the nose of the board and my left hand dangling on the കൂൾ വാട്ടർ. അല്ലെ, എന്താണ് ചെയ്യുന്നത്? അവൾ എന്ത് ചെയ്യണം? അവൾ റിലാക്സിങ് ചെയ്യണം. അതിൽ കിടന്നു. കാരണം എന്താ, തിരമാലയൊക്കെ ശാന്താണല്ലോ. എന്നിട്ട് ഇങ്ങനെ കിടന്നുകൊണ്ട് അവളുടെ ഇതിന്റെ ടോപ്പിൽ നിന്നിട്ട് അവിടെ ഒരു കൈ അവൾ എന്ത് ചെയ്തു? ഒരു കൈ ഇങ്ങനെ വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. മൈ ലെഫ്റ്റ് ഹാൻഡ് ഡാഗ്ലിംഗ് പറഞ്ഞാൽ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ നമ്മളിങ്ങനെ ഇടാറില്ലേ, തോണിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ കൈയിടില്ലേ, അങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കൈയിട്ടിട്ട് ഇരിക്കുമായിരുന്നു. ഐ റിമെമ്പർ തിങ്കിങ്, എന്നിട്ട് എന്ത് ചിന്തിച്ചുകൊണ്ടാണ് കിടക്കുന്നത്? ഐ ഹോപ്പ് ദ സർഫ് പിക്സ് അപ്പ് സൂൺ. അല്ലെ, പെട്ടെന്ന് ഒരു തിരമാല വന്നിട്ട് എന്റെ സർഫ് ഇങ്ങനെ ഉയർത്തി കൊണ്ടുപോകാൻ എനിക്ക് പറ്റുമെന്നൊക്കെ ചിന്തിച്ചിങ്ങനെ എനിക്ക് സർഫ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു തിരമാല എത്രയും പെട്ടെന്ന് വരും എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. When suddenly there was a flash of grey. പെട്ടെന്ന് ഒരു ചാര നിറത്തിലുള്ള ഫ്ലാഷ് അങ്ങ് മിന്നിപ്പോയി. ഒരു മിന്നൽ പോലെ, ഒരു ഗ്രേ കളറിലുള്ള എന്തോ ഒരു കളറിൽ പോലെ ഒരു മിന്നൽ പോലെ ഒരു സംഭവം കണ്ടു. That's all it looked
എ സ്പ്ലിറ്റ് സെക്കൻഡ് അല്ലെ, എല്ലാം ഒരു നിമിഷത്തിലാണ് സംഭവിച്ചത്. ഒരു സ്പ്ലിറ്റ് സെക്കൻഡ്, ഒരു സെക്കൻഡിന്റെ ഒരു പാതി എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, അത്രയും നിമിഷത്തിലാണ് സംഭവിച്ചത്. ഐ ഫെൽറ്റ് എ ലോട്ട് ഓഫ് പ്ലഷർ, എനിക്ക് ഫീൽ ചെയ്തത് ഒരു സമ്മർദ്ദമാണ്. ആൻഡ് എ കപ്പിൾ ഓഫ് ലൈറ്റിങ് ഫാസ്റ്റ്, അങ്ങ് 2-3 തവണ 2 വട്ടം ഇങ്ങനെ കടിച്ച് വലിക്കുന്ന ഒരു ലൈറ്റായിട്ട് ഇങ്ങനെ ഫാസ്റ്റായിട്ട് ലൈറ്റിങ് ഫാസ്റ്റിൽ ഇങ്ങനെ ടഗ് ചെയ്യുക. ടഗ് കാരണം ഇങ്ങനെ കടിച്ച് കൊണ്ടുപോകുന്നതിനാണ്, പിടിവലി കൂടുന്നതിനൊക്കെയാണ് ടഗ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിക്കൂലേ, അതിനാണ് ടഗ്സ് എന്ന് പറയുന്നത് കേട്ടോ. ആൻഡ് ഐ കുഡിൻറ്റ് മേക്ക് ഔട്ട് എനി ഓഫ് ദ ഡീറ്റെയിൽസ് അല്ലേ, എനിക്കൊന്നും തന്നെ മനസ്സിലായില്ല. ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്ക് അപ്പോൾ ഒന്നും മനസ്സിലായില്ല, എന്താ സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ബട്ട് ഐ ന്യൂ ദാറ്റ് ദ ഹ്യൂജ് ജോസ് ഓഫ് ദ മാസീവ് ടൈഗർ ഷാർക്ക് കവേർഡ് ദ ടോപ്പ് ഓഫ് മൈ ബോർഡ് ആൻഡ് മൈ ലെഫ്റ്റ് ഹാം. പിന്നീടാണ് കാര്യം മനസ്സിലായത്. എന്താണ്? ബട്ട് ഐ ന്യൂ, എനിക്ക് പിന്നെ മനസ്സിലായി, എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. എ ഹ്യൂജ് ജോസ്, ഒരു വലിയ വാഴ, എന്താണ്, വലിയ മൗത്ത്. ഓക്കെ. ആൻഡ് ദ മാസീവ് ടൈഗർ ഷാർക്ക്, ആരതാണ്? ഒരു മാസീവ് ടൈഗർ ഷാർക്ക് അല്ലെ, ഒരു വലിയ ഷാർക്കിന്റെ പേരാണ് കേട്ടോ. ആ ടൈഗർ ഷാർക്കിന്റെ മൗത്ത് ആയിരുന്നു അത് എന്നുള്ളത്. കവേർഡ് വിത്ത് ദ ടോപ്പ് ഓഫ് മൈ ബോർഡ്, അവന്റെ വായിൽ എന്തൊക്കെ ഉണ്ട്? എൻ്റെ ബോർഡിന്റെ ടോപ്പ് ഭാഗം ആൻഡ് ലെഫ്റ്റ് ആമും, എൻ്റെ ലെഫ്റ്റ് കൈയും അതേപോലെ തന്നെ എൻ്റെ ബോർഡിന്റെ ടോപ്പ് ആമും അതിൻ്റെ വായിൻ്റെ ഉള്ളിലാണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. ഇറ്റ്സ് ഫണ്ണി, ഇത് തമാശയാണോ എന്നാണ്, തമാശയാകുന്നു എന്ന് ചോദിക്കാൻ അല്ലേ. യു വുഡ് തിങ്ക് ഹാവിങ് യുവർ ആം ബിറ്റർ ഓഫ് വുഡ് റിയലി ഹേർട്ട്. എന്താണ് പറഞ്ഞത്? നിങ്ങളുടെ കൈ ഒരാൾ കടിച്ചു മുറിച്ച് വലിച്ചു കൊണ്ടിരുന്നതാണ് ബിറ്റൺ ഓഫ് എന്ന് പറയാം അല്ലെ. കടിച്ചു മുറിച്ച് മാറ്റുന്നതിനാണ് ബിറ്റൺ ഓഫ്. നിങ്ങളുടെ കൈ ഒരാൾ കടിച്ചു മുറിച്ച് മാറ്റിയാൽ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുക? നിങ്ങൾക്ക് വേദനിക്കുമോ എന്നാണ് ചോദ്യം. ബട്ട് ദർ വാസ് നോ പെയിൻ അറ്റ് ടൈം, പക്ഷെ എനിക്ക് ആ ടൈമിൽ ഒരു വേദനയും ഉണ്ടായില്ല. ഐ ഫെൽറ്റ് പ്ലഷർ, എനിക്ക് ഫീൽ ചെയ്തത് ഒരു തരം സമ്മർദ്ദമാണ്. എ കൈൻഡ് ഓഫ് ജിഗിൾ ടാങ്. എന്താണ് ജിഗിൾ ടാങ് എന്ന് പറഞ്ഞാല്? അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ച് പിടിച്ച് വലിക്കുക അല്ലെ. അങ്ങോട്ട് കടിച്ച് വലിക്കുക, ഇങ്ങോട്ട് കടിച്ച് വലിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ സൈഡില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ച് വലിക്കുന്ന ഒരു പിടിവലിയുടെ ഒരു സമ്മർദ്ദം മാത്രമാണ് എനിക്ക് ഫീൽ ചെയ്തത്. വിച്ച് ഐ നോ നൗ വാസ് എ ടീ. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി അതെന്താണ്, പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, ഇപ്പൊ എനിക്ക് മനസ്സിലായത് ഒരു പല്ലാണ് എന്ന്. ദേ ഹാവ് സെറേറ്റഡ് എഡ്ജസ്. അത് എന്തുണ്ടായിരുന്നു? നല്ല സെറേറ്റ്, നമ്മൾ ഈ കത്തിയുടെയൊക്കെ പോലെ ഷാർപ്പായിട്ടുള്ള എഡ്ജുകളായിരുന്നു. ലൈക്ക് എ സ്നീക്ക് നൈഫ്. എങ്ങനെയുള്ള കത്തിയുടെ? നമ്മൾ ഈ മീറ്റൊക്കെ കട്ട് ചെയ്യില്ലേ, ഇറച്ചിയൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കത്തിയെ പോലെ അത്ര ഷാർപ്പായിരുന്നു. ദേ സോവ്ഡ് ത്രൂ ദ ബോർഡ്. അത് എന്ത് കടിച്ച് വലിച്ച് മുറിച്ച് കൊണ്ടുപോയി? എൻ്റെ ബോർഡ്. ആൻഡ് മൈ ബോൺസ്, എൻ്റെ എല്ലുകൾ. ആസ് ഇഫ് ദ വർ ടിഷ്യൂ പേപ്പർ. ഒരു ടിഷ്യൂ പേപ്പർ, നിസ്സാരമായിട്ടുള്ള ഒരു ടിഷ്യൂ പേപ്പർ കടിച്ച് മുറിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന ലാഘവത്തോടു കൂടി എൻ്റെ കൈയും എൻ്റെ ബോർഡിന്റെ ഒരു ടോപ്പ് ഭാഗവും അത് കടിച്ചു കൊണ്ട് പോയി. ഇറ്റ് വാസ് കവർ ഇൻ എ ഫ്യൂ സെക്കൻഡ്. എന്താണ്? ഇതെല്ലാം തന്നെ ഒരു ഫ്യൂ സെക്കൻഡ്, നിമിഷങ്ങൾ കൊണ്ട് എല്ലാം തീർന്നു അല്ലെ. ഒറ്റ സെക്കൻഡോടാണ് ഇതൊക്കെ സംഭവിച്ചത്. എല്ലാം സെക്കൻഡുകൾക്കുള്ളിൽ കഴിഞ്ഞു. ഐ റിമെമ്പർ സീയിങ് ദ വാട്ടർ അറൌണ്ട് മീ ടേൺ ബ്രൈറ്റ് റെഡ് വിത്ത് മൈ ബ്ലഡ്. ഞാനിപ്പോഴും ഓർക്കുന്നു, എനിക്ക് ചുറ്റുമുള്ള വെള്ളം, ഞാൻ നിൽക്കുന്നതിന് ചുറ്റുമുള്ള വെള്ളം എന്തായി? എൻ്റെ ബ്ലഡ് കൊണ്ട് ബ്രൈറ്റ് റെഡ് കളറായി മാറി. എൻ്റെ ചുറ്റുമുള്ള എൻ്റെ കയ്യുമെന്ന് ഒലിച്ചു പോകുന്ന ബ്ലഡ് ഉണ്ടല്ലോ, ആ ബ്ലഡ് കൊണ്ട് എനിക്ക് ചുറ്റും ബ്രൈറ്റ് റെഡായി ആ ഒരു ഭാഗത്തുള്ള വെള്ളം. Then I saw that my arm had been bitten off almost the shoulder. പിന്നെ എനിക്ക് മനസ്സിലായത് ഒരു കാര്യം എന്താണ്? എൻ്റെ കൈ ഓൾമോസ്റ്റ് ഷോൾഡറിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. There was just a 3 or 4 inches stump where my limb had once been. എന്തുണ്ട് അവിടെ? ഇപ്പൊ ഒരു 3 or 4 ഇഞ്ച് വലിപ്പം വരുന്ന ഒരു കുറ്റി. And where my limb had once been. ലിംബ് എന്ന് പറഞ്ഞാല് ഇവിടെ ഉള്ള എൻ്റെ കൈയിന്റെ ഈ കൈയിന്റെ ഇവിടെ ഒരു ചെറിയൊരു കുറ്റി, 3-4 വലിപ്പം വരുന്ന ഒരു കുറ്റി മാത്രമേ ഉള്ളൂ എന്നുള്ളത് എനിക്കപ്പോ പിന്നീട് മനസ്സിലായി. ബൈറൻ ആൻഡ് ഹോൾട്ട്, അലാനാസ് ബ്രദർ ആൻഡ് ഫാദർ കേട്ടോ. അലനയുടെ ബ്രദറും ഫാദറും അവിടെ നോക്കി നിൽക്കുന്നുണ്ട് ഇവരിവിടെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ബൈറൻ ആൻഡ് ഹോൾട്ട് ഗോട്ട് ടു മീ ഇൻ ഫ്ലാഷ്. ഒറ്റ സെക്കൻഡ് കൊണ്ട് മിന്നൽ പോലെ അവർ എൻ്റെ അടുത്തേക്ക് ഓടിയെത്തി അല്ലേ. ഹോൾട്ട് ഫേസ് വാസ് വൈറ്റ്. ഹോൾട്ടിന്റെ ഫേസ് എന്ത് ചെയ്യുന്നുണ്ട്? വെളുത്തിട്ടുണ്ട്. വെളുക്കെന്ന് പറഞ്ഞത് വിളരി വെളുക്കാണ്, പേടി കൊണ്ട് കേട്ടോ. ആൻഡ് ഹിസ് ഐസ് വർ വൈൽഡ്. കണ്ണുകൾ ഇങ്ങനെ വിടർന്നു പോയിട്ടുണ്ട്.
ഓ മൈ ഗോഡ് ഹി സെഡ്, ദൈവമേ ഉറക്കെ വിളിക്കുകയാണ്. ബട്ട് ഹി ഡിഡിൻ ഫ്രീക്ക് ഔട്ട്. അങ്ങനെ വിളിച്ചെങ്കിലും പക്ഷെ അദ്ദേഹത്തിന്റെ ഫ്രീക്ക് ഔട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ നിയന്ത്രണം കൈവിട്ടില്ല. ആകെപ്പാടെ അദ്ദേഹം നിയന്ത്രണം കൈവിട്ട് പോകാതെ പിടിച്ചു നിന്നു എന്നൊരർത്ഥത്തിൽ കേട്ടോ. ഇൻസ്റ്റഡ് പകരം ഹി ടുക്ക് കൺട്രോൾ ഓഫ് ദ സിറ്റുവേഷൻ. അദ്ദേഹം എന്ത് ചെയ്തു? നിയന്ത്രണം കൈവിട്ട് അദ്ദേഹത്തിന്റെ സിറ്റുവേഷൻ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പോകുന്നതിന് പകരം അദ്ദേഹം എന്താ ചെയ്തത്? ആ സാഹചര്യം അദ്ദേഹത്തിന്റെ കൈകളിൽ അദ്ദേഹം ഒതുക്കി. ഓക്കെ, ബഹളം വെച്ച് പേടിയൊക്കെ പാടെ പുറത്ത് കാണിക്കാതെ ആ സിറ്റുവേഷൻ അദ്ദേഹം കൈൻ്റെ ഉള്ളിൽ ഒതുക്കിയാണ് അത് അദ്ദേഹം ഹാൻഡിൽ ചെയ്യുകയാണ്. ഹി പുഷ്ഡ് മീ ബൈ ദ ടൈൽ ഓഫ് മൈ ബോർഡ്. ഇവരുടെ ടൈലിന്റെ ബോർഡിന്റെ ടൈൽ ഭാഗത്ത് എന്ത് ചെയ്യാണ്? പുഷ് ചെയ്തിട്ട് കൊണ്ടുവരികയാണ്. ആൻഡ് കോട്ട് മീ എ സ്മോൾ വേവ് ദാറ്റ് വാഷ്ഡ് മീ ഓവർ ദ റീഫ് ആസ് ദേ ലേ ഓൺ മൈ ബോർഡ്. അല്ലെ, ഒരു ചെറിയ തിരമാലയുടെ സഹായത്തോടെ വാഷ്ഡ് മീ പറഞ്ഞ ഇങ്ങനെ തള്ളിക്കൊണ്ടുപോവാണ്. ഓവർ ദ റീഫ് ആസ് ഐ ലേ ഓൺ മൈ ബോർഡ്. അല്ലെ, അവിടെ ഒരു മണൽക്കൂലകളൊക്കെ ഉണ്ട്. ആ മണൽക്കൂലയുടെ മുകളിലോട്ട് തള്ളി അദ്ദേഹം എന്ത് ചെയ്തു? ആ ബോർഡ് അങ്ങോട്ട് എത്തിച്ചു. വാട്ട് എവർ ഇമോഷൻസ് ഹോൾട്ട് ബൈറൻ ആൻഡ് അലൈന അവർ ഫീലിംഗ് ദ കെപ്റ്റ് ഇൻ ഇൻസൈഡ്. അല്ലെ, ആ സമയത്ത് ഹോൾട്ടിനും ബൈറനും അതേപോലെ അലാനക്കൊക്കെ ഉണ്ടായിരുന്ന ഫീലിങ്സ് അല്ലേ, അവരെന്ത് ചെയ്തു? എന്ത് ഫീലിംഗ് ആണ് അവർക്ക് ഉണ്ടായിരുന്നത്? ആ ഫീലിംഗ് ഒക്കെ അവരവരുടെ ഉള്ളിൽ വെച്ച് പുറത്ത് കാണിച്ചില്ല. നോബഡി പാനിക്ക്ഡ്. ആരും പാനിക്കായില്ല. ആരും ഭയന്ന് വിറക്കുകയോ പേടിയാകുകയോ ഒന്നും ചെയ്തില്ല. ലോസ്റ്റ് ദെയർ ഹെഡ്. അവരൊരിക്കലും അവരുടെ കൺട്രോൾ കൈവിട്ട് പോവുകയോ തല ലോസ്റ്റ് ആവുക എന്ന് പറഞ്ഞാൽ എന്താ? മൈൻഡ് കൺട്രോളിൽ നിന്ന് പോവില്ലേ? അങ്ങനെയൊന്നും ചെയ്യാതെ അവരാരും പാനിക്കാവാതെ അവരുടെ ഫീലിങ്സ് ഉള്ളിലാക്കി അല്ലേ. അതെന്തുകൊണ്ടാണ്? കാരണം അവർ പെട്ടെന്ന് പേടിച്ച് വരച്ച് പാനിക്കായി കഴിഞ്ഞാൽ ആള് ഇതിലാറെ പേടിക്കും അല്ലെ. അപ്പൊ ബെത്തനി ഇതിലാറെ പേടിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? അവരുടെ ആ ടൈമിലുള്ള പേടിയും ഫീലിങ്സും ഒക്കെ അവര് ഉള്ളില് ഒതുക്കി. മൈ ആം വാസ് ബ്ലീഡിങ് ബാഡ്ലി. എൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ബ്ലഡ് നന്നായിട്ട് വരുന്നുണ്ടായിരുന്നു. ബട്ട് നോട്ട് സ്വീപ്പിംഗ് ബ്ലഡ് ലൈഫ് ഇറ്റ് ഷുഡ് വിത്ത് എ മേജർ ആൾട്ടറി ഓപ്പൺ. പക്ഷെ എന്ത് ചെയ്യുന്നില്ല? ഒരിക്കലും പുറത്തോട്ട് തെറിച്ച് വീഴുന്നില്ലായിരുന്നു കേട്ടോ. സ്പൂയിങ് എന്നൊക്കെ പറഞ്ഞ പുറത്തോട്ട് ചീറ്റി വരുന്നില്ലായിരുന്നു. ആൾട്ടറി ഓപ്പൺ പറഞ്ഞാൽ എന്താണ്? അവിടെ ഉണ്ടായിരുന്ന ആ രക്തവാഹിനി കുഴലിൽ നിന്നും പുറത്തോട്ട് തെറിക്കുന്നില്ലായിരുന്നു. ഹോൾട്ട് ലുക്ക് ഓഫീസ് tongue grey sleeve rash guard and tie it around the stump of my arm, really tight to act as a tourniquet. എന്താണ് ഉദ്ദേശിച്ചത്? ദ ഹോൾട്ട് ലുക്ക് ഓഫ്. അപ്പൊ തന്നെ ഹോൾട്ട് എന്ത് ചെയ്യാണ്? അവന് ഊരിയെടുക്കുകയാണ് അല്ലെ. അവൻ എന്താണ് ടുക്ക് ഓഫ് ചെയ്യുന്നത്? അവന്റെ അടുത്തുണ്ടായിരുന്ന ഒരു ഗേർഡ്, റാഷ് ഗേർഡ് എന്ന് പറഞ്ഞാല് അവരിങ്ങനെ സർഫിനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുന്ന സേഫിന് വേണ്ടിയിട്ട് ഇടുന്ന ഒരു ഷർട്ടാണ്. അത് ഊരി എടുത്തിട്ട് എന്ത് ചെയ്യാണ്? സ്റ്റെമ്പും അവരുടെ കുറ്റി ഭാഗത്തായിട്ട് മുറുക്കി ടൈറ്റിൽ കെട്ടാണ് കേട്ടോ. ടോണിക്യൂറ്റ് എന്ന് പറഞ്ഞാല് അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെയൊക്കെ മുറിഞ്ഞൊക്കെ പോകുമ്പോൾ അവിടെ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ടോണിക്യൂറ്റ് കേട്ടോ. അതുപോലെ അവന്റെ ഷർട്ട് വെച്ചിട്ട് കെട്ടി. ഹോൾഡ് ടോൾഡ് മീ ടു കീപ് ടോക്കിംഗ് ടു ഹിം ടു മേക്ക് ഷുവർ ദാറ്റ് ഐ ഡിഡ്ന്റ് പാസ് ഔട്ട് ദ മിഡിൽ ഓഫ് ദ ഓഷൻ. ഹോൾട്ട് എന്ത് പറഞ്ഞു? എന്നോട് സംസാരിച്ചുകൊണ്ടേ ഇരിക്കാൻ പറഞ്ഞു. എന്തിനാണ് പറഞ്ഞത്? ഞാൻ ഒരിക്കലും എൻ്റെ ബോധം എനിക്ക് ആ കടലിൽ ഓഷന്റെ നടുവിൽ വെച്ചിട്ട് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി. സോ ഐ വാസ് ടോക്കിംഗ്. സ്വാഭാവികമായിട്ട് ഞാൻ എന്ത് ചെയ്തു? അതുകൊണ്ട് സംസാരിച്ചുകൊണ്ടേയിരുന്നു. ഓൾദോ ഐ ഡോണ്ട് നോ എബൌട്ട് വാട്ട്. പക്ഷെ എന്താ പറഞ്ഞതെന്ന് എനിക്ക് ആ സമയത്തുള്ള എനിക്ക് അറിയില്ല. ജസ്റ്റ് ആൻസറിങ് ഹിസ് ക്വസ്റ്റ്യൻ. അവൻ ചോദിച്ച ക്വസ്റ്റ്യന് ഞാനിങ്ങനെ ആൻസർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആൻഡ് പ്രേയിങ് ഔട്ട് ലൗഡ്. എന്നിട്ട് ഉറക്കെ ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. In the surgery room, they hooked me up to lots of machines. അല്ലെ, സർജറി റൂമിൽ അവരെന്നെ ഒരുപാട് മെഷീനുകളായിട്ട് കണക്ട് ചെയ്തു. It was Dr. Rowinsky who would be doing the first surgery. Dr. Rowinsky ആയിരുന്നു ഫസ്റ്റ് സർജറി ചെയ്യാൻ വന്നിരുന്നത്. And he explained to both me and Mao how would you do. അല്ലെ, അദ്ദേഹം എനിക്കും എൻ്റെ അമ്മയ്ക്കും എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. You have lost your arm, Bethany. നിനക്ക് നിന്റെ കൈ നഷ്ടപ്പെട്ടിരിക്കുന്നു ബെത്തനി. He said gently. വളരെ ജെന്റിലി ആയിട്ട് വളരെ കാമായിട്ട് അദ്ദേഹം പറഞ്ഞു. Now the focus is on saving your life. ഇപ്പൊ ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് നിന്റെ ജീവിതം, നിന്റെ ലൈഫ് സേവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നോക്കുന്നത്. നിന്റെ കൈ പൂർണ്ണമായി നഷ്ടപ്പെട്ടു എന്ന് അദ്ദേഹം പറഞ്ഞു.
മൈ മോം സ്റ്റേഡ് ബൈ മൈ സൈഡ് ദ ഹോൾ ടൈം. എൻ്റെ അമ്മ ഫുൾ ടൈം എൻ്റെ കൂടെ തന്നെ നിന്നിരുന്നു. മൈ ഡാഡ് വെന്റ് ടു ഡീൽ വിത്ത് ദ വിസിറ്റേഴ്സ് ആൻഡ് ദ എവർ ഗ്രോയിങ് നമ്പർ ഓഫ് റിപ്പോർട്ടേഴ്സ് ഹു ഹേർഡ് വാട്ട് ഹാഡ് ഹാപ്പൻ ടു മീ ആൻഡ് വെർ ഈഗർ ടു ബ്രേക്ക് മൈ സ്റ്റോറി. അല്ലേ, അച്ഛൻ ഇടക്ക് പുറത്തു പോവാറുണ്ടായിരുന്നു. എന്തിന്? വിസിറ്റേഴ്സ്, അല്ലേ, ആളുകൾ വരുന്നതും എവർ ഗ്രോയിങ് മെമ്പേഴ്സ്, ഇങ്ങനെ റിപ്പോർട്ടേഴ്സിനെ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന റിപ്പോർട്ടേഴ്സിന് അവരുടെ കേൾക്കാനും അവരെ കാണാനും പുറത്തു പോവാറുണ്ടായിരുന്നു. അവരെന്തിനാണ് വന്ന് നിൽക്കുന്നത്, അതിൻ്റെ ഉള്ളിൽ എന്താണ് സംഭവിച്ചത് എന്നറിയാൻ വളരെ ആകാംക്ഷയാണ്, ഈഗറായിട്ടാണ് അവർ വെയിറ്റ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ദർ ഈഗർ ടു ബ്രേക്ക് മൈ സ്റ്റോറി. ന്യൂസ് ചാനലുകാർ ബ്രേക്ക് സ്റ്റോറി കിട്ടാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യാണ്? അവര് ഈഗറായിട്ട് ഹോസ്പിറ്റലിന്റെ മുമ്പിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഇൻ ദ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ ഐ വുഡ് ലുക്ക് ഓവർ അറ്റ് ദ ബാൻഡേജ്ഡ് സ്റ്റെം വെർ മൈ ഹാം യൂസ്ഡ് ടു ബി ആൻഡ് തിങ്ക് നൗ വാട്ട്. ആ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ആളുടെ ഇങ്ങനെ ബാൻഡേജ് കെട്ടി വെച്ചിട്ടുള്ള ആ ഒരു സ്റ്റെമ്പുമ്മിലോട്ട്, അല്ലെ, ആ ഒരു കുറ്റി ഭാഗത്തോട്ട് ഇങ്ങനെ ബാൻഡേജ് വെച്ച് ഇങ്ങനെ കെട്ടിയിട്ടുള്ള കുറ്റി ഭാഗത്തോട്ട് ആളിങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, നൗ വാട്ട്, ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം ചോദിക്കുകയാണ്. ഫോർ എ വൈൽ, കുറച്ച് ഒരു നിമിഷത്തിന് ശേഷം, ഐ ഡൗട്ടഡ് വെദർ ഐ വുഡ് എവർ സർഫ് അഗെയിൻ. ഞാൻ സ്വയം ഒരു ആശങ്കപ്പെടുകയാണ്, ഇനി എനിക്ക് സർഫ് ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ലേ? എവരിബഡി നോസ് ദാറ്റ് ഇറ്റ് ടേക്സ് 2 arms ടു സർഫ്. എല്ലാവർക്കും അറിയാം സർഫ് ചെയ്യണമെങ്കിൽ 2 കൈകൾ വേണം എന്നുള്ളത്. ഐ ട്രൈ ടു ടെൽ മൈസെൽഫ്, ഞാൻ എന്നെ സ്വയം പറഞ്ഞ് മനസ്സിലാക്കി. ഹേയ്, ഐ ആം ഓക്കെ വിത്ത് ദിസ്, ഞാൻ ഓക്കെ ആണ്. ഐ മീൻ സർഫിങ് ഈസ് ഇൻ എവറിത്തിങ്, റൈറ്റ്? സർഫിങ് മാത്രമല്ലല്ലോ, സർഫിങ് അല്ലല്ലോ എല്ലാം. ഓക്കെ, യു വിൽ ഫൈൻഡ് സംതിങ് എൽസ് ടു ദ ഹാവ് ഫൺ. സർഫിങ് അല്ലല്ലോ ജീവിതം, സർഫിങ് മാത്രമല്ലല്ലോ. സർഫിങ് അല്ലാതെ വേറെയും ഒരുപാട് ഫണ്ണായിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമുക്ക് അങ്ങനെയുള്ള വേറെ എന്തെങ്കിലും കാര്യം ഞാൻ കണ്ടെത്താം. അല്ല, സർഫിങ് മാത്രമാണ് ജീവിതം, ഇതിന്മേ തീരുന്നില്ലല്ലോ എന്ന് ഞാൻ ഇങ്ങനെ സ്വയം പറയാണ്, എന്നോട് സ്വയം പറഞ്ഞ് സമാധാനിപ്പിക്കുക. I want to be the best surf photographer in the world, I told my dad. അച്ഛനോട് പറയാണ്, എനിക്കൊരു ബെസ്റ്റ് സർഫ് ഫോട്ടോഗ്രാഫർ ആവണം, ഈ ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് സർഫ് ഫോട്ടോഗ്രാഫർ ആവണം എന്ന് അച്ഛനോട് പറയാണ്. ദാറ്റ് വാസ് മൈ വേ ഓഫ് സേയിങ് ലിസൺ, അല്ലേ, ലിസൺ, ഐ നോ മൈ സർഫിംഗ് ഡേയ്സ് ആർ ഓവർ. അല്ലേ, എനിക്കറിയാം എൻ്റെ സർഫിംഗ് ഡേയ്സുകളിലെ ഇനി എനിക്ക് സർഫ് ചെയ്യാൻ കഴിയില്ല, അതെല്ലാം കഴിഞ്ഞു എന്നും എനിക്കറിയാം. അതും പറയാണ്. ഹി ജസ്റ്റ് നോഡഡ്, അദ്ദേഹം എല്ലാത്തിനും ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തലയാട്ടി. ഐ എം ഷുവർ യു വിൽ ബി, നിനക്കതിന് കഴിയും എന്ന് എനിക്ക് ഉറപ്പുണ്ട്, നീ എന്താണോ നിനക്കതിന് കഴിയും. ആൻഡ് ട്രൈ ടു സ്മൈൽ, എന്നിട്ട് അദ്ദേഹം ചിരിച്ചു. ഹി ന്യൂ വാട്ട് ഇറ്റ് മീൻ ആസ് വെൽ, അത് എന്താണ് ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹത്തിന് അറിയാം, ഒരു സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്നുള്ളത് അറിയാം. ബട്ട് ബൈ Saturday, I changed my mind and started thinking about going surfing. പക്ഷെ സാറ്റർഡേ ആയപ്പോത്തിന് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ മൈൻഡിനെ ചിന്തയൊന്ന് മാറ്റി. എന്നിട്ട് എന്ത് ചിന്തിക്കുകയാണ്? ഐ എം സ്റ്റാർട്ടഡ് തിങ്കിങ് അബൌട്ട് ഗോയിങ് സർഫിങ്. ഞാൻ വീണ്ടും സർഫിങ് പോകുന്നതിനെ കുറിച്ച് ചിന്തിച്ചു. ഐ വാസ് ഫീലിംഗ് ബെറ്റർ, എനിക്ക് വലിയ കുഴപ്പമില്ല, എനിക്ക് ഫീലിംഗ് ബെറ്റർ ആയിട്ട് തോന്നി. മൈ മൈൻഡ് വാസ് ലെസ് ഫോഗി, അല്ലേ, എൻ്റെ പക്ഷേ ഫീലിംഗ് ബെറ്റർ ആണെങ്കിലും എൻ്റെ മനസ്സ് ഫോഗാണ്, അല്ലേ, ആശയക്കുഴപ്പത്തിൽ ഇങ്ങനെ നിറഞ്ഞിങ്ങനെ പല പല ചിന്തകൾ കൊണ്ട് ആശയക്കുഴപ്പത്തിലാണ്. ആൻഡ് ദർ വർ സോ മെനി പീപ്പിൾ കമ്മിങ് ടു സീ മീ, ഒരുപാട് ആളുകൾ എന്നെ കാണാൻ വരുന്നുണ്ട്. ആൻഡ് ഗീവ് മീ പെപ് ടോക്സ് പറഞ്ഞാൽ എന്താ, നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവരെന്നോട് പറയുന്നുണ്ട്, പോസിറ്റീവായിട്ട് ധൈര്യം തരുന്ന ഒരുപാട് കാര്യങ്ങൾ അവരെന്നോട് പറയുന്നുണ്ട്. ഐ പുട്ട് ഓൺ എ ബ്രേവ് ഫേസ് ഫോർ എവരി വൺ, ഞാൻ നല്ല ധൈര്യമുള്ള ഫേസുമായിട്ട് എല്ലാവരുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ബട്ട് ഐ കാണ്ട് പ്രിറ്റൻഡ് ടു ഐ ഡിഡ്ന്റ് ഗെറ്റ് ടു മീ ടൈംസ്, പക്ഷെ ചില സമയത്ത് എനിക്ക് അഭിനയിക്കാൻ സാധിക്കാറില്ല. ഇഫ് ഐ എവർ ഡിഡ് സ്റ്റാർട്ട് ടു ഗെറ്റ് ബ്ലൂ, അല്ലേ, ഞാൻ എപ്പോഴെങ്കിലും നിരാശയിലോട്ട്, ഗെറ്റ് ബ്ലൂ എന്ന് പറഞ്ഞാൽ ടു ഗെറ്റ് ബ്ലൂ പറഞ്ഞാൽ വീണ്ടും നിരാശയിലോട്ട് പോവുക. ഞാൻ എപ്പോഴെങ്കിലും നിരാശയിലോട്ട് പോകുമ്പോൾ ഐ ഹാഡ് മൈ ബ്രദേഴ്സ് ടു പുൾ മീ ബാക്ക്, എൻ്റെ ബ്രദേഴ്സ്, അല്ലേ, എൻ്റെ ബ്രദറുകൾ എന്നെ എന്ത് ചെയ്യും, എന്നെ വീണ്ടും പുഷ് ചെയ്ത് എനിക്ക് വീണ്ടും ധൈര്യം തരും. They were light back as always, അവരെപ്പോഴും എന്തുണ്ടായിരുന്നു, എൻ്റെ കൂടെ തന്നെ, എൻ്റെ പിന്നിൽ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവർ വളരെ ശാന്തരായിക്കൊണ്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. They never let me know their horror, see their pain or fear. അവരുടെ മനസ്സിലെ പേടിയും ഭയവും വേദനയും ഒന്നും ഒരിക്കലും അവരെന്നെ കാണിച്ചിരുന്നില്ല, അതൊരിക്കലും അവരെന്നെ കാണാൻ അനുവദിച്ചിരുന്നില്ല. ഓക്കെ, അവരുടെ മനസ്സിലുള്ള ടെൻഷനും പേടിയും ഭയവും എല്ലാം അവരൊരിക്കലും അതെന്നെ അറിയിച്ചിരുന്നില്ല.
ടിമോത്തി വാസ് ഓൾവേസ് ജോക്കിംഗ്. ഒരു ബ്രദറിന്റെ പേരാണ് തിമോത്തി. തിമോത്തി എന്താണ്, എപ്പോഴും തമാശ പറഞ്ഞുകൊണ്ടിരിക്കും. ആൻഡ് നോഹ വാസ് മൈ ബിഗ്ഗസ്റ്റ് പ്രൊട്ടക്ടർ. നോഹ എന്ന് പറയുന്ന എൻ്റെ ബ്രദറാണ് എൻ്റെ ഏറ്റവും വലിയ സംരക്ഷകൻ. ദേ വർ സോ സ്ട്രോങ്. അവർ രണ്ടുപേരും എന്താണ്, സ്ട്രോങ് ആണ്. ആൻഡ് ദാറ്റ് ഹെൽപ്ഡ് മീ ബി സ്ട്രോങ് ടു. അത് അവർ സ്ട്രോങ് ആയത് അത് എന്തായി, എന്നെയും അത് സ്ട്രോങ് ആക്കി. അത് എന്നെയും സ്ട്രോങ് ആക്കാൻ സഹായിച്ചു. ബിഫോർ ഐ ഗോട്ട് ഔട്ട് ഓഫ് ദ ഹോസ്പിറ്റൽ, ഞാൻ ഹോസ്പിറ്റൽ പുറത്തിറങ്ങുന്നതിന് മുമ്പ്, ഇൻഫാക്ട് ബൈ ദ സെക്കൻഡ് ഡേ ഓഫ് മൈ 1 week സ്റ്റേ ഐ വാസ് ടോക്കിംഗ് ഡിഫറെൻ്റ്ലി അബൌട്ട് ദ പോസിബിലിറ്റി ഓഫ് സർഫിങ് അഗെയിൻ. അല്ലേ, പോകുന്നതിന് മുമ്പായിട്ട്, സെക്കൻഡ് ഡേ 1 weekനോട് അടുപ്പിച്ച് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ടുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ എന്തിനെ കുറിച്ച് ടോക്ക് ചെയ്തു, ഡിഫറെൻ്റ്ലി അബൌട്ട് ദ പോസിബിലിറ്റി ഓഫ് സർഫിങ് അഗെയിൻ. അല്ലേ, സർഫിങ് ചെയ്യാനുള്ള മറ്റ് പല പോസിബിലിറ്റികളെ കുറിച്ചും, വീണ്ടും സർഫിങ് ചെയ്യാനുള്ള പല മാർഗങ്ങളെക്കുറിച്ചും, പല പോസിബിലിറ്റി സാധ്യതകളെ കുറിച്ചും ഞാൻ ചിന്തിച്ചു. മൈ വോൾ ഫാമിലി സ്റ്റുഡ് ബിഹൈൻഡ് മീ. എൻ്റെ ഫാമിലി മുഴുവൻ എനിക്ക് സപ്പോർട്ടായിട്ട് എൻ്റെ പിന്നിൽ നിന്നു. ആൻഡ് ട്രൈ ടു എൻകറേജ് മീ ആസ് മച്ച് ആസ് പോസിബിൾ. അവരെനിക്ക് പ്രോത്സാഹനം തന്നു. അവരെ കൊണ്ട് സാധിക്കുന്നതിനും അപ്പുറം, അത്രത്തോളം അവരെ കൊണ്ട് സാധിക്കുന്ന എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും പ്രോത്സാഹനവും എൻകറേജും അവരെനിക്ക് തന്നു. ക്ലിയർ? My parents had no doubt that I probably could figure out where to get up on the board. അല്ലേ, എൻ്റെ പാരൻസിനോട് ഡൗട്ടും ഇല്ലായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ ആ ബോർഡിലോട്ട് വീണ്ടും തിരിച്ചു പോകാനുള്ള എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിക്കും എന്നുള്ള കാര്യത്തിൽ. ബട്ട് ഐ ന്യൂ ദേ ഫെൽറ്റ് മൈ കോമ്പറ്റീറ്റീവ് ഡേയ്സ് വെർ ഓവർ. പക്ഷെ അവർക്കറിയാം, എനിക്കറിയാം, അവരിലൊരു ഫീലിങ്സ് ഉണ്ട്, എൻ്റെ മത്സര ദിവസങ്ങളൊക്കെ കഴിഞ്ഞു പോയി, ഇനി മത്സരത്തിനൊന്നും എനിക്ക് സർഫിങ്ങിൽ കഴിയില്ല എന്നുള്ളത് അവർക്കറിയാം. അവർ ചിന്തിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. ബത്തനി, ഐ എം ഷുവർ യു ക്യാൻ ഡു വാട്ട് എവർ യു പുട്ട് യുവർ മൈൻഡ് ടു, മൈ ഡാഡ് ടോൾഡ് മീ. ബത്തനി, നീ എന്താണോ നിന്റെ മൈൻഡിൽ ചിന്തിക്കുന്നത് അത് നീ നേടിയെടുക്കും, നിനക്കതിന് സാധിക്കുമെന്ന് എനിക്കറിയാം എന്ന് അച്ഛൻ പറഞ്ഞു കേട്ടോ. നിന്റെ മൈൻഡിൽ എന്താണോ നീ ചിന്തിക്കുന്നത്, നിന്റെ മൈൻഡിൽ എന്താണോ നീ നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നത്, അത് നിനക്ക് സാധിക്കുമെന്ന് ബത്തനിയുടെ അച്ഛൻ പറഞ്ഞു. My parents had no doubt that I probably could figure out. ഓക്കെ, അത് റിപ്പീറ്റേഷൻ ആട്ടോ. മൈ പാരൻസ് വാട്ട് എവർ യു പുട്ട് യുവർ മൈൻഡ് ഇൻ മീ. അല്ലേ, ഇവിടെ മുതലാണ്. മൈ പാരൻസ് ടു ഹാഡ് എ റഫ് ടൈം. അല്ലേ, എൻ്റെ പാരൻസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാലഘട്ടമായിരുന്നു. നൈദർ ഓഫ് ദം വാസ് ഏബിൾ ടു വർക്ക് ഫോർ ഓൾമോസ്റ്റ് 3 months. രണ്ടാൾക്കും, അച്ഛനും അമ്മയ്ക്കും എന്ത് ചെയ്ത് സാധിച്ചില്ല, 3 മാസത്തോളം അവർക്ക് ജോലിക്ക് പോകാനും സാധിച്ചില്ല. വിച്ച് പുട്ട് എ ബിഗ് ഫൈനാൻഷ്യൽ ബേർഡൻ ഓൺ അവർ ഫാമിലി. അല്ലേ, എന്താണ് അത്, ഞങ്ങളുടെ ഫാമിലിക്ക് വലിയൊരു സാമ്പത്തിക ബാധ്യത വരുത്തി വെച്ചു. അല്ലേ, 3 മാസത്തോളം അച്ഛനും അമ്മയ്ക്കും ജോലിക്ക് പോകാനൊന്നും പറ്റിയില്ല. വളരെ റഫായിട്ടുള്ളൊരു സാഹചര്യത്തിലൂടെ അവർ കടന്നുപോയി. മൈ ഫസ്റ്റ് ഇൻഡിക്കേഷൻ ദാറ്റ് മൈ ലൈഫ് വുഡ് നെവർ ബി ദ സെയിം അഗെയിൻ. അല്ലേ, എൻ്റെ ഫസ്റ്റ് ഊഹം എന്താന്ന് വെച്ചാൽ, ഞാൻ ഫസ്റ്റ് ചിന്തിച്ചത് എന്താന്ന് വെച്ചാൽ, എനിക്കൊരിക്കലും എൻ്റെ ലൈഫ് ഇനി പഴയതുപോലെ കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ളൊരു സൂചന എനിക്ക് ലഭിച്ചു. കെയിം ജസ്റ്റ് ആസ് വി വേർ ലീവിങ് ദ ഹോസ്പിറ്റൽ. അല്ലേ, ആ ഹോസ്പിറ്റലിൽ നിന്ന് പോയപ്പോൾ തന്നെ എനിക്ക് എന്ത് ചെയ്തു, എനിക്കൊരു സൂചന കിട്ടി, ഇനി എൻ്റെ ലൈഫ് പഴയതുപോലെ ആവില്ല എന്ന് എനിക്ക് അപ്പം തന്നെ മനസ്സിലായി. അത് എന്തുകൊണ്ടാന്നുള്ളത് നമുക്ക് പറയാം. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ തന്നെ ആൾക്ക് മനസ്സിലാവാണ് ഇനി എൻ്റെ ലൈഫ് പഴയ പോലെ ആവില്ല എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു സൂചന ആ ഹോസ്പിറ്റലിൽ നിന്ന് അന്ന് ഡിസ്ചാർജ് ചെയ്ത് ഇറങ്ങുന്ന സമയത്ത് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് ഔട്ട് ദ മെയിൻ എൻട്രൻസ്, എന്തുകൊണ്ടാണ് മെയിൻ എൻട്രൻസിലൂടെ ഇറങ്ങി പോവേണ്ട ഞങ്ങൾ അതിന് പകരം വി ഹാഡ് ടു ത്രൂ ദ മേസ് ഓഫ് ഹോൾവേഴ്സ്. അല്ലേ, ഇങ്ങനെ എന്താ പറയുക, ഈ മേസ് ഓഫ് ഹോൾവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വഴിതെറ്റിപ്പോകുന്ന, സംശയം ഇടവരുത്തുന്ന രീതിയിലുള്ള വഴികളിലൂടെ. ഓക്കെ, ആൻഡ് സ്നീക്ക് ഔട്ട് ത്രൂ ദ ബാക്ക് ഡോർ. അല്ലേ, അപ്പൊ അവരെന്ത് ചെയ്തു, അവരിപ്പോൾ നിൽക്കുന്ന മെയിൻ എൻട്രൻസിലൂടെ പോകാൻ അവർക്ക് സാധിച്ചില്ല. പകരം അവർ ഉള്ളിലൂടെ പല എൻട്രൻസുകളുടെയും കടന്നു പോയി ബാക്കിലൂടെ പല വഴിയിലൂടെയും പോയിട്ട് ബാക്ക് ഡോറിലൂടെയാണ് അവിടെ പുറത്തോട്ട് ഇറങ്ങിയത്. ഓക്കെ, അപ്പൊ പണ്ടായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും, മെയിൻ എൻട്രൻസ് ആയിരിക്കും. അല്ലേ, അപ്പൊ അവിടെ മുതൽ തോന്നുകയാണ് ഇനി അങ്ങോട്ടുള്ള എൻ്റെ ലൈഫിൽ പല കാര്യങ്ങൾക്കും മാറ്റം സംഭവിച്ചു എന്നുള്ളത് മനസ്സിലാക്കിയത് അന്ന് തന്നെ അവർ ബാക്ക് ഡോറിലൂടെയാണ് പുറത്തിറങ്ങേണ്ടി വന്നത്. അതെന്തുകൊണ്ടാന്നുള്ളത് ഇനി വരും ലൈനുകളിൽ പറയും. There were hospital security guard with us. അല്ലേ, ഹോസ്പിറ്റൽ സെക്യൂരിറ്റി ഗാർഡൊക്കെ അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, സപ്പോർട്ട് ആയിട്ടുണ്ട്. ആൻഡ് വെൻ വി ഗോ ടു അവർ കാർ there were 2 Kawai police man who followed us to house in
അനഹോല വെർ ഐ കുഡ് കണ്ടിന്യൂ ടു റിക്കവർ ഇൻ പ്രൈവസി അല്ലേ. അങ്ങനെ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവിടെയുള്ള കവായി 2 പോലീസുകാർ ഇവർക്ക് ഫോളോ ചെയ്ത് സപ്പോർട്ടിന് സെക്യൂരിറ്റി ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവരിനി താമസിക്കാൻ പോകുന്ന വീട് എവിടെയാണ്? അനഹോലയിലാണ്. കാരണം അവിടെയാണ് ഇനി അവർക്കുള്ള ചികിത്സയും വളരെ പ്രൈവസി ആയിട്ട് അവർക്ക് ഫ്രീഡം വേണം അല്ലേ. അതിന് അങ്ങോട്ടുള്ള ചികിത്സയൊക്കെ അവിടെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. മൈ പാരൻസ് എക്സ്പ്ലെയിൻ ടു മീ ദാറ്റ് there was a mob of TV people eagerly waiting to show microphones in my face. അതുകൊണ്ടാണ് ബേക്കിലൂടെ പോയത്. ഫാമിലി പാരൻസ് പറഞ്ഞു, ഒരു കൂട്ടം TV ആളുകളിലെ TV റിപ്പോർട്ടേഴ്സ് അവരുടെ മൈക്രോഫോൺസ് വളരെ ഈഗർലി നിനക്ക് നേരെ പിടിച്ച് പുറത്ത് നിൽക്കുന്നുണ്ട്. ഓക്കെ, അവരുടെ ന്യൂസിൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഹോണസ്റ്റ്ലി സത്യസത്യമായിട്ട് പറയുകയാണെങ്കിൽ ഐ റിയലി ഡോണ്ട് എൻജോയ് ബീയിങ് ഇൻ ദ സ്പോട്ട് ലൈറ്റ്. സ്പോട്ട് ലൈറ്റ് പറഞ്ഞാൽ എന്താ? കത്തി നിൽക്കുന്ന ആളുകൾക്കൊക്കെയാണ് സ്പോട്ട് ലൈറ്റ് എന്ന് പറയാം അല്ലേ. ആ ടൈമിലെ ന്യൂസുകളിൽ കത്തി നിൽക്കുന്ന ഒരു താരമാകാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. ബട്ട് ഐ എഗ്രി ടു ഡു ഇൻ്റർവ്യൂസ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് അതേഴ്സ്. ബട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? 2-3 ഇൻ്റർവ്യൂസൊക്കെ പിന്നീട് കൊടുത്തിട്ടുണ്ട്. കാരണം എന്താണ്? മറ്റുള്ളവർക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ട്, ബെനിഫിറ്റ് ആവാൻ, മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ ആവാൻ വേണ്ടിയിട്ട് ഞാൻ 2-3 ഇൻ്റർവ്യൂസൊക്കെ പിന്നീട് കൊടുത്തിട്ടുണ്ട്. സ്ട്രേഞ്ചേഴ്സ് സ്റ്റിൽ അപ്രോച്ച് മീ ഓൺ ദ ബീച്ച് ഇൻ എയർപോർട്ട് അല്ലേ. അപ്പോൾ 2-3 ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പോലും സ്ട്രേഞ്ചേഴ്സൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഞാൻ പുറത്തോ ബീച്ചിലൊക്കെ, എയർപോർട്ട്, ഷോപ്സ് ആൻഡ് റെസ്റ്റോറൻറ്റ് അല്ലേ, അവരൊക്കെ ഷോപ്പിലും റെസ്റ്റോറൻറ്റിലും എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ എന്നെ എന്ത് ചെയ്യാറുണ്ട്? എന്നെ അപ്രോച്ച് ചെയ്യാറുണ്ട്. ദേ ആസ്ക് ഫോർ ഓട്ടോഗ്രാഫ്സ്. എൻ്റെ ഓട്ടോഗ്രാഫ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വരാറുണ്ട്. ദേ കെയിം അപ്പ് ആൻഡ് ടെൽ ഹിം ഐ ആം ആൻ ഇൻസ്പിറേഷൻ. അവരെൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് ഓട്ടോഗ്രാഫൊക്കെ വാങ്ങിയിട്ട് അവരെന്നോട് പറയാറുണ്ട്, നിങ്ങൾ ഒരു ഇൻസ്പിറേഷനാണ്, നിങ്ങളൊരു പ്രചോദനമാണ് മറ്റാളുകൾക്ക് എന്ന് പറയാറുണ്ട്. ഐ എം ഇന്ററപ്റ്റഡ് അറ്റ് ഡിന്നർ ബൈ പീപ്പിൾ വാണ്ടിങ് ടു ബി ഫോട്ടോ വിത്ത് മീ അല്ലേ. പുറത്ത് പോയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി പുറത്ത് പോകുമ്പോഴൊക്കെ ആളുകൾ എന്ത് ചെയ്യാറുണ്ട്? അപ്പോഴൊക്കെ വന്നിട്ട് ആളുകൾ ഇൻറ്ററപ്റ്റ് ചെയ്യാറുണ്ട്. ഇറ്റ്സ് ടോട്ടലി ബിസയർ അല്ലേ. ഇതൊക്കെ എന്താണ്? ശരിക്കും എനിക്കിതൊക്കെ ഒരു വിചിത്രമാണ് അല്ലേ. ഇന്നലെ വരെ ആരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആ വ്യക്തി ബത്താനിയുടെ അടുത്തേക്ക് വന്നിട്ടില്ല. ഇപ്പൊ ബത്താനി പുറത്ത് പോകുമ്പോൾ ഫോട്ടോ എടുക്കാൻ വരുന്നുണ്ട്, ഓട്ടോഗ്രാഫ് ചോദിക്കാൻ വരുന്നുണ്ട്. ഇതൊക്കെ ബത്താനിക്ക് എന്താണ്? തീർത്തും വിചിത്രമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. Being a top professional surfer would have brought me only a sliver of this recognition and probably only with the ടൈറ്റ് നൈറ്റ് സർഫിംഗ് കമ്മ്യൂണിറ്റി അല്ലേ. ഇനി അവർ പറയാണ്, ഒരു പ്രൊഫഷണൽ സർഫർ ആണെങ്കിൽ, ടോപ്പ് പ്രൊഫഷണൽ സർഫർ ആണെങ്കിൽ പോലും ഇതിൻ്റെ ഈ റിക്കഗ്നേഷൻ്റെയൊക്കെ ഒരു പകുതി, നേരിയ പകുതി പോലും മാത്രമേ അവർക്കൊരു ബഹുമതി കിട്ടുള്ളൂ അല്ലേ. ഒരു സർഫർ ആണെങ്കിൽ വരെ ആളുകൾ ഇങ്ങനെ വന്ന് അവർ റെസ്പെക്റ്റ് ചെയ്യൂ ഇല്ല. ഒരു സാധാരണ ഒരു ടോപ്പ് പ്രൊഫഷണൽ സർഫർ ആണ് അവർ എന്ന് ഉണ്ടെങ്കിൽ പോലും അവർക്ക് ഇത്രത്തോളം റെക്കഗ്നേഷൻസ് കിട്ടില്ലായിരുന്നു. ആൻഡ് പ്രോബബ്ലി ഓൺലി വിത്ത് ദ ടൈറ്റ് നൈറ്റ് സർഫിംഗ് കമ്മ്യൂണിറ്റി. ആ ഒരു സർഫിംഗ് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളുടെ ഇടയിൽ മാത്രം അവർക്ക് എന്തുണ്ടാവുമായിരുന്നു? അവർ ഫെയിം ആവുകയുള്ളായിരുന്നു. അവിടുന്ന് മാത്രമേ അവർക്കൊരു റെക്കഗ്നേഷൻ കിട്ടുകയുള്ളായിരുന്നു. യു ആർ സംതിങ് മോർ നൗ ദാൻ എ സർഫർ ഫ്രണ്ട്സ് ടെൽ മീ. ഫ്രണ്ട്സൊക്കെ പറയും, നീ ഇപ്പോൾ ഒരു സർഫറേക്കാൾ കൂടുതൽ സംതിങ്, ഒരുപാട് വലിയൊരാളാണ് നീ ഇപ്പോൾ എന്ന് പറയും. യു ആർ ദ ബിയറർ ഓഫ് ദ ഹോപ്പ് ഓഫ് ദോസ് ഹു ഹാവ് ബീൻ ഹാൻഡിൽഡ് ഓർ ബാഡ് ഡീൽ ഇൻ ദ കാർഡ് ഗെയിം ഇൻ ലൈഫ് അല്ലേ. ജീവിതത്തിലെ കാർഡ് ഗെയിമിൽ പരാജയപ്പെട്ട ആളുകൾക്ക് അല്ലേ, ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട ആളുകൾക്ക് നീ എന്താണ്? നീ ഒരു പ്രതീക്ഷയുടെ ഒരു പ്രതീകമാണ് എന്ന് എന്നോട് പറയാറുണ്ട് അല്ലേ. ജീവിതത്തിൽ പരാജയപ്പെട്ടവർക്ക്, ജീവിതത്തിലെ ഗെയിം ജീവിതത്തിലെ ലൈഫ് ഗെയിമിൽ പരാജയപ്പെട്ട് നിൽക്കുന്നവർക്ക് അല്ലേ, ലൈഫിൽ നിരാശപ്പെട്ട് നിൽക്കുന്നവർക്ക് നീ എന്താണ്? പ്രതീക്ഷയുടെ ഒരു പ്രതീകമാണെന്ന് എൻ്റെ ഫ്രണ്ട്സ് പറയാറുണ്ട്. ഇൻ സം വേസ് ഇറ്റ് വാസ് ലൈക്ക് എ ലേണിംഗ് ടു സർഫ് ഓൾ ഓവർ അഗെയിൻ അല്ലേ. ഇൻ സം വേസ് ഇറ്റ് വാസ് ലൈക്ക് ടു ലേണിംഗ് ടു സർഫ് ഓൾ ഓവർ അഗെയിൻ. മറ്റൊരു സൈഡിൽ നോക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം മുതൽ സർഫ് വീണ്ടും പഠിക്കേണ്ട ഒരു അവസ്ഥയാണ്. ഐ ഹാഡ് ടു ലേൺ ഹൗ ടു പാഡിൽ ഇവൻലി വിത്ത് വൺ ഹാം അല്ലേ. ഞാൻ എന്ത് ചെയ്തു? ഞാൻ എന്തിനു പഠിക്കണമായിരുന്നു? ഒറ്റ കൈ കൊണ്ട് തുഴയാൻ വേണ്ടി ഞാൻ പഠിക്കേണ്ടി വന്നു. വെൻ ഐ ഫെൽറ്റ് ദ വേവ് പിക്ക് മീ അപ്പ് ഐ ഹാഡ് ടു പുട്ട് മൈ ഹാൻഡ് ഫ്ലാറ്റ് ഓൺ ദ സെൻറ്റർ ഓഫ് ദ ഡെക്ക് ടു ഗെറ്റ് ടു മൈ ഫീറ്റ് റാദർ ദാൻ ദ ഗ്രാബിംഗ് ദ സർഫോർഡ് റൈൽ ദ വേ യു വുഡ് ഇഫ് യു ഹാഡ് ടു ഹാൻഡ്സ് അല്ലേ. ഇപ്പൊ അവരെങ്ങനെയാണ് സർഫ് ചെയ്യുന്നത്? വെൻ ഐ ഫെൽറ്റ് ദ വേവ് പിക്ക് മീ അപ്പ് അല്ലേ, തിരമാല എന്നെ ഉയർത്താൻ വരുമ്പോൾ ഐ ഹാഡ് ടു പുട്ട് മൈ ഹാൻഡ് ഫ്ലാറ്റ് ഓൺ ദ സെൻറ്റർ ഓഫ് ദ ഡെക്ക് ടു ഗെറ്റ് മൈ ഫീറ്റ് അല്ലേ.
അവർ നിൽക്കുന്ന ആ ഡെക്റ്റിന്റെ സെന്ററിൽ പോയിട്ട് അവർക്ക് ഇപ്പം നിലവിലുള്ള ആ ഒരു കൈ അതിന്റെ സെന്ററിൽ വെച്ചിട്ട് അവർ അമർത്തി വെക്കും. rather than the grabbing the surf or rail the way to if you would have to two hands, അല്ലെ? രണ്ട് കൈകൾ ഉണ്ടായിരുന്നെങ്കിൽ ആ രണ്ട് ഇതിന്റെ സൈഡിലായിട്ട് വെക്കുന്നതിന് പകരം അവരതിന്റെ സെന്റർ ഭാഗത്ത് അവരെന്ത് ചെയ്ത് കൊടുക്കുകയാണ്, ആ കൈ വെച്ച് കൊടുക്കുകയാണ്. മൈ ഫസ്റ്റ് കപ്പിൾ ഓഫ് ദ ട്രൈസ് ഡിഡ്ന്റ് വർക്ക്, അല്ലെ? എന്തായിരുന്നു എൻ്റെ ആദ്യത്തെ അറ്റംപ്റ്റുകളൊന്നും എന്തായില്ല, സക്സസ് ആയില്ല. ഐ കുഡിൻ ഗെറ്റ് അപ്പ്, എനിക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല, എനിക്ക് എണീക്കാൻ കഴിഞ്ഞില്ല. ഐ മസ്റ്റ് അഡ്മിറ്റ് ഐ വാസ് എ ലിറ്റിൽ ബിറ്റ് ഡിസ്കറേജ്ഡ്, അല്ലേ? ഞാൻ സമ്മതിക്കുന്നു, എനിക്ക് എന്താണ് ആദ്യമൊക്കെ എന്തായി, നിരാശ വന്നു, അല്ലെ? എന്താണ് നിരാശ വന്നു. ഐ തോട്ട് ഇറ്റ് വുഡ് ബി ഈസിയർ, എനിക്ക് മനസ്സിലായി ഇത് എന്തല്ല, ഈസി അല്ല എന്നുള്ളത് കേട്ടോ. എന്തായി, ഇത് ചെയ്യാൻ ഇറങ്ങി തിരിച്ചപ്പോൾ എനിക്ക് അവർക്ക് മനസ്സിലായി ഇതത്ര ഈസി അല്ല, ഒറ്റ കൈ കൊണ്ട് ബാലൻസ് കൊടുത്ത് സർഫിങ് ചെയ്യുക എന്നുള്ളത്. മൈ ഡാഡ് ഹു വാസ് ഇൻ ദ വാട്ടർ വിത്ത് മീ, എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ വെള്ളത്തിൽ തന്നെ നിൽക്കുകയായിരുന്നു. കെപ്റ്റ് ഷൗട്ടിങ് എന്ന് അദ്ദേഹം ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട്. ബെത്തനി ട്രൈയിങ് ഇറ്റ് വൺ മോർ ടൈം, ദിസ് വൺ വിൽ ബി ഇറ്റ്. ബെത്തനി നീ ഒന്നും കൂടെ ട്രൈ ചെയ്യ്, ഒരു തവണ കൂടെ ട്രൈ ചെയ്യ്, ഈ തവണ നിനക്ക് തീർച്ചയായിട്ടും അതിന് സാധിക്കും. സോ ഐ ഡിഡ്. അത് കേട്ടപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ വീണ്ടും ട്രൈ ചെയ്തു. ദെൻ ഇറ്റ് ഹാപ്പൻഡ്, അങ്ങനെ അത് സംഭവിച്ചു. എന്ത്? എ വേവ് റോൾഡ് ത്രൂ, ഒരു നല്ല തിരമാല, അല്ലെ? അവരെ ഉയർത്താൻ പറ്റുന്ന രീതിക്കുള്ള ഒരു തിരമാല അങ്ങനെ ഉരുണ്ട് വന്നു. ഇങ്ങനെ ഉരുണ്ട് വന്നു. ഐ കോട്ട് ഇറ്റ്, ഞാൻ അതിന്റെ മുകളിലോട്ട് കയറി, അല്ലെ? ആ തിരമാലിന്റെ മുകളിൽ, തിരമാല ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങനെ മുകളിലോട്ട് കയറണല്ലോ, അല്ലെ? ആ തിരമാലയെ ഞാൻ പിടിച്ചു. പുട്ട് മൈ ഹാൻഡ് ഓൺ ദ ഡെക്ക് ടു പുഷ് അപ്പ്, അല്ലെ? ആ ഡെക്കിന്റെ മുകളിൽ എൻ്റെ ഹാൻഡ് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, പുഷ് ചെയ്തു. ഐ വാസ് സ്റ്റാൻഡിങ്, ഞാൻ എണീറ്റ് നിന്നു. ഐ ഗസ് ഐ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ദ ടെക്നിക് വയേർഡ് ആഫ്റ്റർ ദാറ്റ്. എങ്ങനെ എനിക്ക് ആ ടെക്നിക്ക് എന്ത് ചെയ്തു, ഞാനത് പഠിച്ചെടുത്തു, അല്ലെ? ഫൈനലി എന്ത് ചെയ്താണ്, ആ ടെക്നിക്ക് എന്ത് ചെയ്യാണ്, ഞാൻ അത് പഠിച്ചെടുത്തു. ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ ആ ടെക്നിക്ക് പഠിച്ചെടുത്തു. ഓഫ് കോഴ്സ്, തീർച്ചയായും. വൺസ് ഐ വാസ് ഓൺ മൈ ഫീറ്റ്, ഞാൻ ഒരിക്കൽ കൂടെ എൻ്റെ കാലുകളിൽ നിൽക്കുന്നു. എവറിത്തിങ് വാസ് ഈസി, എല്ലാം ഇപ്പോൾ ഈസിയാണ്. It's hard for me to describe the joy felt after I stood up and rode a wave in the first time after the attack. It's hard for me to describe the joy I felt after I stood up. അല്ലെ? ഞാനിപ്പോൾ ഇങ്ങനെ എണീറ്റ് നിൽക്കുമ്പോൾ എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല ഞാൻ എത്രത്തോളം സന്തോഷമാണ് അനുഭവിക്കുന്നത്. റോഡ് എ വേവ് ഫോർ ദ ഫസ്റ്റ് ടൈം ആഫ്റ്റർ ദ അറ്റാക്ക്. അറ്റാക്കിന് ശേഷം ഞാൻ ഈ വേവിൽ റോഡ് ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ നിൽക്കുമ്പോൾ എനിക്കറിയില്ല ഞാൻ എത്രത്തോളമാണ് ഇപ്പം അനുഭവിക്കുന്ന ഫീലിങ്സ് എന്ന് നിങ്ങളോട് എനിക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. ഐ വാസ് ഇൻക്രെഡിബിളി താങ്ക്ഫുൾ ആൻഡ് ഹാപ്പി ഇൻസൈഡ്, അല്ലേ? പുറത്ത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തവരും അപ്പുറം നന്ദി എനിക്കുണ്ട്, അല്ലേ? ആൻഡ് ഹാപ്പി ഇൻസൈഡ്, മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് സന്തോഷമുണ്ട്. ദ ടൈനി ബിറ്റ് ഓഫ് ഡൗട്ട് ദാറ്റ് വുഡ് ബി സംടൈംസ് ടെൽ മീ, എൻ്റെ മനസ്സിൽ പലപ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ വന്നിരുന്ന ആ ഒരു ചെറിയ സംശയം, യു വിൽ നെവർ സർഫ് അഗെയിൻ, നിനക്ക് ഒരിക്കലും ഇനി സർഫ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മനസ്സിൽ വന്നിരുന്ന ആ ഒരു സംശയം ഉണ്ടല്ലോ, അതെന്ത് ചെയ്തു, വാസ് ഗോൺ ഇൻ വൺ വേവ്. അതെന്ത് സംഭവിച്ചു, ഈ ഒരൊറ്റ തിരമാലയിലൂടെ അതെന്ത് സംഭവിച്ചു, അത് ആ ഒരൊറ്റ തിരമാലയിലൂടെ അത് ഒഴുകിപ്പോയി. അപ്പം അത്രയും കാലത്ത് എനിക്കിത് ഓരോ തവണ അറ്റംപ്റ്റ് ചെയ്യുമ്പോഴും അത് സാധിക്കാതിരിക്കുമ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ വരാറുണ്ട്, എനിക്കിതിന് സാധിക്കുമോ, സാധിക്കില്ലേ, എനിക്കിതിന് സാധിക്കില്ല എന്ന് പറയുന്ന ആ ഒരു ചെറിയൊരു ആശങ്ക, അല്ലേ? അത് ആ ഒരൊറ്റ ഇപ്പോൾ ആ സക്സസ് ആയി എണീറ്റ് നിൽക്കുന്ന ആ നിമിഷത്തിലുള്ള ആ തിരമാലയിലൂടെ ആ ഡൗട്ട് അതോടുകൂടി ആ മനസ്സിൽ നിന്നും പോയി. ഐ മീൻ അതിലൂടെ ഒലിച്ചു പോയി എന്നൊരർത്ഥം കേട്ടോ. ഈവൻ ദോ ഐ വാസ് ഓൾ വെറ്റ്, ഇപ്പോൾ ഞാൻ ഫുൾ നനഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഐ ഫെൽറ്റ് ടീയേഴ്സ് ഓഫ് ഹാപ്പിനെസ് ട്രിങ്കിളിങ് ഡോൺ മൈ ഫേസ്, അല്ലേ? ഞാനിപ്പോൾ ഫുള്ള് നനഞ്ഞിട്ടുണ്ട്, ശരീരം എൻ്റെ മേളിലും ശരീരം ഫുള്ള് നനഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും എൻ്റെ ഫേസിലൂടെ എനിക്കിപ്പോൾ ഫീൽ ചെയ്യാൻ സാധിക്കും ഒരു ട്രിങ്കിളിങ് ഡൗൺ, അല്ലേ? ആ ഒരു ഒഴുകുന്ന ആ ഒരു തണുപ്പ്, അല്ലേ? അപ്പോൾ മൊത്തം നിറഞ്ഞിരിക്കുന്ന എൻ്റെ ഫേസിലൂടെ ഒഴുകി വരുന്ന ആ കണ്ണുനീരിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, അതെനിക്ക് സെപ്പറേറ്റ് ഫീൽ ചെയ്യാൻ കഴിയും. എന്ത് കണ്ണുനീരാ മക്കളെ? സന്തോഷത്തിൻ്റെ കണ്ണുനീർ, അല്ലേ? അപ്പോൾ ഫുള്ള് നനഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഒറ്റ കൈ വെച്ചിട്ടല്ലേ ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഹാർഡ് വർക്കിന്റെ ഭാഗമായിട്ട് കംപ്ലീറ്റ് വെറ്റായിട്ടുണ്ട്, നനഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ആ വെറ്റിന്റെ ഫേസിന്റെ ഉള്ളിലൂടെയും അവരുടെ കണ്ണിൽ നിന്നും ആ സന്തോഷത്തിന്റെ കണ്ണുനീര് അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഫീൽ ചെയ്യുന്നുണ്ട്. ക്ലിയർ?
സോ ഇത്രയുമാണ് അല്ലേ, വളരെ എന്തോ ഒരു കേൾക്കുമ്പോൾ ഒരു ഇൻസ്പിറേഷൻ ആണല്ലേ മക്കളെ. ഇത് കേട്ട് കഴിയുമ്പോൾ നമുക്ക് ഉള്ളിൽ നിന്നും ഒരു ഇൻസ്പിറേഷൻ ഉണ്ട്. എനിക്കിത് നിങ്ങളോട് പറഞ്ഞു തരുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷമുണ്ട്. അതേപോലെ തന്നെയാണ് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കും തന്നെ ഒരു ഇൻസ്പിറേഷൻ ആണ് അല്ലേ. ഇത് കേൾക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞ പോലെ ഇവരെ കുറിച്ച് ഒന്ന് നിങ്ങൾക്ക് സൈറ്റിലൊക്കെ പോയിട്ട് ഒന്ന് അടിച്ചു നോക്കാനൊക്കെ തോന്നും അല്ലേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം, ഗൂഗിളിലൊക്കെ നോക്കട്ടോ. ബെത്തനി ഹാമിൽട്ടനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടും അവരെ കുറിച്ച് കേട്ടോ. സോ അവരുടെ വളരെ ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള അവരുടെ ഓട്ടോബയോഗ്രഫിയിലെ ഒരു ചെറിയ പാർട്ടാണ് ഇത് കേട്ടോ. സോ നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.